ഈ സായാഹ്നത്തില് എല്ലാരെയും ഞാന് IBSന്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷത്തിന്റെ ഒരു നിമിഷം കൂടിയാണ്. കാരണം നമ്മുടെ ഈ ഒരു ഇനോഗ്രൽ സെഷനില് ഏകദേശം 90-ൽ കൂടുതല് കുട്ടികള് ഇത് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ആകാംക്ഷയോടുകൂടി IBSന്റെ ഈ ഒരു ഉദ്യമനത്തിലേക്ക് ശ്രദ്ധിച്ച് അവരുടേതായിട്ടുള്ള ചില നേട്ടങ്ങൾ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു കോഴ്സിലേക്ക് ചേരുവാനായിട്ട് ആഗ്രഹിച്ചു വന്നിട്ടുള്ളവരാണ് നിങ്ങളെല്ലാം. എല്ലാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റുള്ളവർ മ്യൂട്ടിലായതുകൊണ്ട് കേൾക്കുന്നില്ലെങ്കിൽ അത് പറയാം. ആമുഖമായിട്ട് നമുക്ക് ഈ ഒരു IBSന്റെ ഈ പ്ലാറ്റ്ഫോം, ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വളരെ നല്ല രീതിയിൽ വിജയകരമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നു. എസ്പെഷ്യലി കോവിഡിന് ശേഷം. കോവിഡിന് മുമ്പ് ഈ ഒരു ആശയം പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇല്ലായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, ഇപ്പോഴത്തെ ജോലി സ്ഥലങ്ങളിൽ പോലും പല വലിയ കമ്പനികളൊക്കെ തന്നെയും അവരുടെ ഏകദേശം ജോലിയുടെ ഒരു 50% വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ആശയത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറയുമ്പോൾ നമ്മുടെ റിസോഴ്സ്, അതായത് ഒരു വലിയ കമ്പനി നടത്തുമ്പോൾ ഉള്ള റിസോഴ്സിന്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും വേണം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പരിമിതി, ഇത് ഒരു ഒരു ലിമിറ്റിൽ കൂടുതൽ ഇനി വേണ്ട എന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മുടെ രാജ്യവും ആഗോളതലത്തിലെ മറ്റ് രാജ്യങ്ങളും തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ശരിക്കും വിപ്ലവകരമായിട്ട് നമുക്ക്, നിങ്ങൾ ഓരോരുത്തർക്കും ബാങ്കിൽ ജോലി ചെയ്യുന്ന ഓരോ ആളുകൾക്കും അത് വളരെ കൃത്യമായിട്ട് അവരുടെ വീട്ടിൽ അവരുടെ സൗകര്യത്തിന് എഴുതി പഠിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡിന് നന്ദി പറയണം അതിന്. കാര്യം സാങ്കേതിക വിദ്യയും ഇത്രയും ഡെവലപ്പ് ചെയ്യാനും ഇങ്ങനെയുള്ള പുതിയ പുതിയ ആപ്പുകൾ ഡെവലപ്പ് ചെയ്ത് വരാനും ഒക്കെ അതൊരു സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ബാങ്കേഴ്സിനൊപ്പം അവരുടെ പ്രധാനമായ 2 എക്സാമായ JIB CIBക്ക് പരമാവധി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ നൂതനമായി ഈ ആശയം ഉൾക്കൊള്ളുകയും അത് ഞങ്ങൾക്ക് കുറേ സമയമെടുത്ത് ഇത് ഞങ്ങൾ പഠിക്കുകയുണ്ടായി. ഞങ്ങൾക്കത് പുതിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. നമ്മളത് പഠിച്ചിട്ട് ഏത് രീതിയിൽ നല്ല രീതിയിൽ നമുക്കിത് ഡെലിവർ ചെയ്യാം, കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നു. വർഷത്തിൽ 2 എക്സാം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 2020-ലെ സെക്കൻഡ് പാർട്ട് തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 21-ൽ 2 എക്സാം, 22-ൽ 2 എക്സാം, 23-ൽ 2 എക്സാം, 24-ല് ഇതാ ഒരു എക്സാം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത എക്സാമിലേക്ക് നമ്മൾ പോവുക. അപ്പൊ എന്തുകൊണ്ടും അനുഗ്രഹീതരാണ് നിങ്ങൾ എന്നാണ് ഞാൻ ആദ്യമേ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളും അനുഗ്രഹീതരാണ്. കാര്യം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് ഒരു സെന്ററിൽ വരണം, ആ സെന്ററിൽ വന്ന് ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരണം. അതുപോലെ നിങ്ങൾക്കും അവധി ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. ആ ഒരു സ്ഥാനത്ത് ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ആയതോടുകൂടി അത് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അവരുടേതായിട്ടുള്ള സൗകര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, ചിലർക്ക് രാവിലെയാണ് സൗകര്യം, ചിലർക്ക് വൈകുന്നേരമാണ് സൗകര്യം, ചിലർക്ക് അവധി ദിവസങ്ങളാണ് സൗകര്യം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് 3 പ്രത്യേക ബാച്ചുകൾ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാവിലത്തെ ബാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 5:45 മണിക്ക് തുടങ്ങുന്ന ബാച്ച് 7:15-ന് അവസാനിക്കും. അത് കഴിഞ്ഞ് അവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിലേക്ക്, ബ്രാഞ്ചുകളിലേക്ക് പോകാൻ സാധിക്കും ഈസി ആയിട്ട്. അതുപോലെ വൈകുന്നേരത്തെ ബാച്ച്, വൈകുന്നേരം നമ്മൾ 8 മണിക്ക് തുടങ്ങി 9:30 മണിക്ക് തീർക്കുന്ന ഒരു ബാച്ച്. ഇത് രണ്ടും മാറിക്കഴിഞ്ഞാൽ ഇനി രാവിലെയും വൈകുന്നേരം വരാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക്, ബാങ്ക് ജീവനക്കാരാണെങ്കിൽ അവർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് അവധി ദിവസങ്ങളിലെ ബാച്ചുമുണ്ട്. ഇനി ഇതിനെല്ലാം ഉപരി നമ്മുടെ തന്നെ സഹപ്രവർത്തകർ ആരെങ്കിലും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയി, കുറെ കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ആശയം മനസ്സിലാക്കുന്ന, IBSന്റെ ക്ലാസ്സിനെ കുറിച്ചും അതിൽ പറഞ്ഞിരുന്ന വിഷയങ്ങളൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാവുന്നു എന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ലേറ്റായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കും ഒരു ബാച്ച് നമ്മൾ എല്ലാ വർഷവും ക്രാഷ് ബാച്ച് എന്നുള്ള രീതിയിൽ ആ ഒരു ബാച്ച് നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പരമാവധി ബാങ്ക് ജീവനക്കാരെ ഈ JIB CIBയിലേക്ക് നേടിയെടുക്കാനുള്ള ഒരു പ്രാവീണ്യം കൊടുക്കുക എന്നുള്ളത്.
അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക. കഴിഞ്ഞ സിലബസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കഴിഞ്ഞ വർഷം സിലബസിലെ നമ്പർ ഓഫ് പേപ്പേഴ്സിന്റെ ഒരു ഇൻക്രീസ് ഉണ്ടായി. JIBയിൽ 4 പേപ്പറായി, CIBയിൽ 5 പേപ്പറായി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു അങ്കലാപ്പ് ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പേപ്പറുകളുടെ എണ്ണം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ. എന്നാൽ കഴിഞ്ഞ റിസൾട്ടൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു വേണ്ടി സമയം മാറ്റിവെച്ച് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും പാസ്സായിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ തന്നെ ഞാൻ കുറച്ചു മുമ്പേ ഇതേ വേദിയിൽ തന്നെ പറയുകയുണ്ടായി, കഴിഞ്ഞ ദിവസം നടന്ന CIBയുടെ ബാങ്കിങ് റെഗുലേഷൻ എക്സാമിൽ നല്ല മാർക്കുകൾ കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സാധ്യമാകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. കഠിനാധ്വാനം വേണം. അപ്പൊ നമ്മുടെ എയിം വളരെ ക്ലിയർ ആയിരിക്കണം, സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും നല്ല ആലോചിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് എടുത്ത സ്റ്റെപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാം വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ ഒരു ഡിസിഷൻ എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കണം. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെഡിക്കേഷൻ. വളരെ സിൻസിയർ ആയിട്ടും ഹോൾ ഹാർട്ടഡ് ആയിട്ടും ഡിവോട്ട് ചെയ്ത്, നിങ്ങളുടെ സമയം ഡിവോട്ട് ചെയ്ത് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക. ഇതിൽ പറയുന്ന ഓരോ വിഷയവും, അതായത് നമ്മുടെ IIBFന്റെ കരിക്കുലം നിങ്ങൾ എടുത്തു നോക്കൂ. ഓരോ സബ്ജക്റ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബാങ്കറെ എന്താണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബെസ്റ്റ് ഒരു ബാങ്കറെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെ സാധിക്കും? ബാങ്കിങ് നോളജ് എന്ന് പറയുമ്പോൾ ബാങ്ക് മാത്രമാണോ? അല്ല. ബാങ്ക് ഡീൽ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചും ബാങ്കിലുള്ളവർ അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം പറയാൻ പോയാൽ, ബാങ്കിൽ ലോൺ എടുക്കാൻ വരുന്നവർ ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആയിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇവരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതൊരു കാര്യം മാത്രമാണ്. ഇതുപോലെ പല കാര്യങ്ങൾ, ടാക്സിന്റെ ഇംപ്ലിക്കേഷൻസ്. അപ്പം നമ്മുടെ നിയമവശങ്ങൾ മൊത്തം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതിൽ 100% നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യമായ ഘടകങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ആ സുഗമമായ നമ്മുടെ ബാങ്കിങ് ജീവിതത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പൊ ഈ JIB അല്ലെങ്കിൽ CIB എന്നുള്ളത് പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ആ ബാങ്കിങ് നോളജ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. 2, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂട്ടാൻ സാധിക്കുന്നു. നമ്മൾ ആ സീറ്റിൽ ഇരിക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ പറ്റും. കൗണ്ടറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സത്യസന്ധമായി, ദൃഢമായി, വളരെ സുപരിചിതമായി നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ആശങ്ക വേണ്ട, ഒരു ശങ്കയും ഇല്ലാതെ തന്നെ പറയാൻ സാധിക്കും. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാനായിട്ടാണ് ഈ കരിക്കുലം ഫുള്ളായിട്ട് ബാങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം JIBയുടെ ഒരു സിലബസ് എടുത്ത് നോക്കിയാൽ 4 പേപ്പറുകളാണ് നിങ്ങൾക്കുള്ളത്. ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് പഠിക്കാനുണ്ട്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഉൾപ്പെടെ. പ്രിൻസിപ്പിൾസ് ഓഫ് ബാങ്കിങ്, അതിനെക്കുറിച്ച് പഠിക്കണം. കാര്യം ബാങ്കിലാണല്ലോ ജോലി ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പഠിക്കണം. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കണം. അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു റീറ്റെയിൽ ബാങ്കിങ്ങും വെൽത്ത് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു പേപ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ ബാങ്കിങ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ ഇപ്പോൾ. റീറ്റെയിൽ ബാങ്കിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം. അപ്പൊ അവിടെയും നിങ്ങൾക്ക് പ്രാവീണ്യം വേണം. ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ പ്രിപ്പറേഷൻസ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ജൂലൈ 22 ഹരി കൃത്യമായിട്ട് പറഞ്ഞു, ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് എക്സാം എന്ന്. കൃത്യം 3 മാസം നിങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കണം? നമ്മൾ ഈ 3 മാസം ഡിവോട്ടഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് IBSൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന ഓരോ ദിവസത്തെയും ക്ലാസ് കഴിയുന്നതും ഓൺലൈനായിട്ട് തന്നെ, വീഡിയോ ക്ലാസ്സസ് ഓൺലൈനായിട്ട് റിയൽ ടൈമായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാര്യം ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറയുന്നത് സാധാരണ ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. ആരായാലും, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ ആരായാലും തന്നെ മാറ്റി വെക്കാനായിട്ടുള്ളൊരു പ്രചോദനം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. നാളത്തേക്ക് മാറ്റി വെക്കുക. പക്ഷെ ഒരു ബാങ്കറിന്റെ ഡിക്ഷണറിയിൽ അത് കാണാൻ പാടില്ലെന്നാണ്
എനിക്ക് മുമ്പുള്ള സീനിയർ ബാങ്കേഴ്സൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരു വാചകം പ്രസക്തമാണ് ഇവിടെ. നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കഴിയുന്നത് ഒരു ബാങ്കർ ഇന്ന് ചെയ്യണമെന്നും, ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്യണമെന്നും പറഞ്ഞു തന്നിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ് ബാങ്കിലുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? കാര്യം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരത്തിലും ഇത് നടക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് പ്രത്യേക സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്കൊക്കെ ബാങ്കിൽ ജോലി ഇപ്പം നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം തീർത്തു പോകാൻ സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ തീർത്തു പോകാൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് അതാത് ദിവസത്തെ ക്ലാസ്സുകൾ അതാത് ദിവസം തന്നെ നോക്കി പോവുകയാണെങ്കിൽ എന്ത് എളുപ്പമായിരിക്കും. കാരണം ആ 1.5 മണിക്കൂർ നമ്മൾ ഡിവോട്ടഡ് ആണ്, അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. വേറെ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് വരാൻ പാടില്ല. ആ 1.5 മണിക്കൂർ നമ്മൾ ഇത് കേൾക്കുന്നത് തന്നെ ഒരു 50% നിങ്ങൾ പഠിച്ചതിന് തുല്യമാണ്. പിന്നീട് ഒരു 50% എഫേർട്ട് മാത്രം മതി നിങ്ങളുടെ ഭാഗത്ത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മുടെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അത് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാമത് ഇതിലുള്ള ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ആണ്. ഒരു JIB CIB പഠിക്കുന്നതുകൊണ്ട് ബാങ്കിങ് കരിയറിൽ നിങ്ങൾക്ക് നോളജ് ഇഷ്ടം പോലെ ഉണ്ടാവുന്നു. നല്ല രീതിയിൽ നിങ്ങളുടെ വർക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നു. സർവീസ് നല്ല രീതിയിൽ കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കുന്നു. മുകളിലേക്കുള്ള പ്രയാണം വളരെ എളുപ്പമാകുന്നു. കാര്യം അടുത്ത തലങ്ങളിലേക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ വളരെ സുഗമമായിട്ട് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൂടിയാണ്. നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു കണക്കുകൂട്ടൽ ആരോ പറയുകയുണ്ടായി, 1 കോടിയിൽ കൂടുതൽ അല്ലെങ്കിൽ 1.5 കോടിയിൽ കൂടുതലുള്ള ഇന്നത്തെ നിലവാരത്തിൽ നോക്കുമ്പോൾ അത്രയും ഒരു വ്യത്യാസമാണ് ഒരു റിട്ടയർ ചെയ്യുന്ന ആൾക്ക് JIB CIB ഉള്ള ആളും അല്ലാത്ത ഇത് നേടിയെടുക്കാത്ത ആളുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇത് ചില്ലറ കാര്യമല്ല. അപ്പോൾ ആ രീതിയിലും ഒരു ബെനിഫിറ്റ് ഇതിൽ കൊണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പ്രാവീണ്യമുള്ള ബാങ്കിലെ ഇതര മേഖലകളിൽ വർക്ക് ചെയ്ത പ്രവർത്തന പരിചയമുള്ള ഞങ്ങളെപ്പോലുള്ള കുറേ ഫാക്കൽറ്റീസ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ ശിഷ്ടകാല ജീവിതത്തിൽ റിട്ടയർമെന്റ് ലൈഫിൽ ഇതൊരു പാഷനായിട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ഇത് നേടി ഇതിൽ നിന്നും പൈസ നേടി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിനോട് അങ്ങനെ ആ രീതി അതല്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം. നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുക. അതുകൊണ്ട് എന്നും ഞങ്ങൾ യങ്ങായിട്ട് ഫീൽ ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് RBI സർക്കുലർ നോക്കാനുള്ള ആഗ്രഹങ്ങൾ വരുന്നു. പുതിയ പുതിയ സബ്ജക്ട്സുകൾ പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ വരുന്നു. എന്ത് വന്നാലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങളെപ്പോലെ യങ്ങായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു രീതിയിൽ അത് ഞങ്ങൾക്കും ബെനിഫിഷ്യലാണ്. മറ്റൊരു രീതിയിൽ നിങ്ങൾക്കും ഞങ്ങളുടെ ഈ പരിചയസമ്പന്നതയും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിവും ഇതുപോലുള്ള മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് പാസ് ഓൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ ഈ ഒരു ഇനോഗ്രൽ സെഷൻ ആണല്ലോ ഇന്ന്. ഉടനെ തന്നെ ഷെഡ്യൂൾ ഉണ്ടാകും. രാവിലത്തെ ബാച്ചിൽ ഇഷ്ടമുള്ളവർക്ക് രാവിലെ കയറാം. വൈകുന്നേരത്തെ ബാച്ചാണ് അവർക്ക് സൗകര്യമെങ്കിൽ അതിൽ കയറാം. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ബാച്ചിലെയും ലിങ്കുകൾ കിട്ടും. എല്ലാ രാവിലത്തെ ബാച്ച്, വൈകുന്നേരത്തെ ബാച്ച്, ഹോളിഡേ ബാച്ച്, എല്ലാ ബാച്ചിൻ്റെയും ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അഥവാ ഒരു ക്ലാസ് ഒരെണ്ണത്തിൽ മിസ് ചെയ്താൽ അടുത്തിൽ കയറി കാണാൻ സാധിക്കും. ഇനി അതേ ക്ലാസ് ഒന്നുകൂടി കേൾക്കണം എന്ന് പറയുമ്പോൾ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ചിലപ്പോൾ അതേ സബ്ജക്റ്റ് മറ്റൊരു ഫാക്കൽറ്റി ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറ്റിയെന്ന് വരും. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പലതരം സപ്പോർട്ടുകൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം വഴിയുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ IBS ഒരു പ്രത്യേക ആപ്പ്, IBS വിജ്ഞാൻ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്. ഒരു പക്ഷേ നിങ്ങൾക്ക് 1-2 ദിവസം ഒന്ന് സുഖമില്ലാതാകുന്നു. ചിലർക്കൊക്കെ അങ്ങനെ, നമുക്ക് മനുഷ്യനാണല്ലോ, പെട്ടെന്ന് നമുക്ക് സുഖമില്ലാതാവുന്നു, തലവേദന വരുന്നു, പിന്നെ ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 1-2 ദിവസം പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ IBS വിജ്ഞാൻ ആപ്പിൽ നിങ്ങൾക്ക് പാസ്വേഡും യൂസർ ഐഡിയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൽ കയറി കഴിഞ്ഞാൽ ഈ റെക്കോർഡഡ് ക്ലാസ് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് കേട്ടോ. കാര്യം ഒരു മനുഷ്യൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ലൈവിലിരിക്കുന്ന അത്രയും കോൺസെൻട്രേഷൻ ഒരിക്കലും ഒരു റെക്കോർഡഡ് ക്ലാസ്സിൽ വരില്ല എന്നുള്ളത് 100% ഷുവറാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഡൈവേർട്ട് ആകും.
കാര്യം റെക്കോർഡഡ് അല്ലേ. അപ്പോൾ തന്നെ പാസ് ചെയ്യും, തിരിച്ച് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, തിരിച്ചും ഇത് പിന്നെ പ്ലേ ചെയ്യും. അല്ലെങ്കിൽ ഡബിൾ സ്പീഡിൽ ട്രിപ്പിൾ സ്പീഡിലൊക്കെ വെക്കും. അതുകൊണ്ടൊന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. കാര്യങ്ങൾ വെറുതെ ഓടിച്ചു പോകാമെന്നുള്ളതല്ലാതെ. പക്ഷേ ഏറ്റവും നല്ലത് കഴിയുന്നത് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് റിയൽ ടൈമിൽ അറ്റൻഡ് ചെയ്യും. അത് പറ്റാത്തത് മാത്രമേ നിങ്ങൾ IBS വിജ്ഞാൻ എന്ന് പറയുന്ന ആപ്പിൽ ഉപയോഗിക്കൂ. ഇതുകൂടാതെ നല്ലൊരു ബുക്ക്ലെറ്റ്, ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾക്ക് വളരെയധികം ഓരോ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മതി. ഡെഫിനറ്റായിട്ട് അത് നോട്ട് ചെയ്യും. നോട്ട് ചെയ്തിട്ട് അടുത്ത പിന്നെ ഇഷ്യൂവിൽ അത് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ സഹപ്രവർത്തകരെയൊക്കെ ഇത് അറിയിക്കുക. എല്ലാവരെയും അറിയിക്കുക. മാക്സിമം ആളുകളിൽ ഇത് എത്തിക്കുക. എല്ലാവരെയും നമുക്ക് JIB CIB പാസ്സാക്കി വിടുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. IBSന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ കഴിഞ്ഞ എത്രയോ സ്റ്റുഡൻസ് ഇതുപോലെ നല്ല വിജയം വരിച്ച് ഇന്ന് ഉന്നത നിലയിൽ വർക്ക് ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്. അവരിപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. ഇനി ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചു പോയ ശേഷം ഏതെങ്കിലും വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളുടെയൊക്കെ നമ്പർ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. അങ്ങനെ എത്രയോ പേര് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഉടനെ പറയാൻ സാധിക്കും. അറിഞ്ഞുകൂടാത്തതാണെങ്കിൽ റെഫർ ചെയ്തിട്ട് പറയുന്നുണ്ടാവും. ഇനി ബാങ്കിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ സർക്കുലർ നോക്കി പറയാനായിട്ട് അത് ആരെ സമീപിക്കണമെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നു. ഓപ്പർച്യൂണിറ്റി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഒരിക്കലേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാത്ത ഒരാൾ ലൈഫിൽ ഒരുപാട് നേടില്ല, നഷ്ടമായിരിക്കും അദ്ദേഹത്തിന്. കാര്യം ഓപ്പർച്യൂണിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണല്ലേ. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റി തേടി പോകേണ്ടി വരും. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാക്സിമം യൂസ് ചെയ്യുക. നല്ല രീതിയിൽ ഷെഡ്യൂൾ ക്രമം അനുസരിച്ചായി നമ്മുടെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പഠിച്ച് ഉന്നത വിജയം നേടട്ടെ എല്ലാവരും എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒന്നുകൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. എനിക്ക് ഈ അവസരം തന്നതിന് വളരെയധികം നന്ദി. Thank you, sir. Thank you, Ravi, sir. Yeah, thank you. Thank you, sir. Thank you so much. Sir, Manohar, sir, some few words. മനോഹർ സാർ അമേരിക്കയിൽ നിന്ന് വന്നോ തിരിച്ച്? ഞാൻ ചെന്നൈയിലാണ് സാർ ഉള്ളത്. ചെന്നൈയിലാണോ? ഓക്കെ. ചെന്നൈയിലാണ്. ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ വിളിച്ചപ്പോൾ കയറിയതാണ്. ഓ, വെരി ഗുഡ്. ശരി, ഓക്കെ. സോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരെയും ഈ ഇൻട്രൊഡക്ടറി സെഷനിൽ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇൻഫാക്ട് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹരി ഇങ്ങനെ വിളിച്ചത്, ഇത്തരത്തിലൊരു സെഷൻ നടക്കുന്നുണ്ട്, ഒന്ന് വന്ന് സംസാരിച്ചാൽ തിരക്കേടില്ല. അത് കാരണം ഞാൻ ഇതിലേക്ക് കയറിയാണ് ഉണ്ടായത്. രവിചന്ദ്രൻ സാർ ഓൾറെഡി നിങ്ങൾക്ക് വളരെയധികം എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കേണ്ടായി. അപ്പം കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾ ജെയിംസ് സാർ ആയിക്കോട്ടെ, രവീന്ദ്ര സാർ ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും വളരെ കാലമായിട്ട്, മേ ബി മോർ ദാൻ 10 years ഞങ്ങൾ ഈ ഫീൽഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ എന്തുകൊണ്ട് ജോയിൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സിലബസ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ വളരെ വളരെ വാസ്റ്റ് സിലബസ് ആണ്. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ ഒരു പരിചയത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു രൂപം ഉണ്ടാവും ഏതൊക്കെ ഏരിയയിലാണ് ചോദ്യങ്ങൾ നമ്മൾക്ക് വരാൻ സാധ്യത. അപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്സ് വരുമ്പോൾ അവിടെ ഫോക്കസ് ചെയ്യാം. അപ്പം മിക്കവാറും നമുക്കറിയാം ഇതാണ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അല്ലെങ്കിൽ ഇവിടെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത. അതാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുള്ള ഒരു പ്രധാന കാര്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്, ഇപ്പോൾ ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2 ഇൻക്രിമെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മളുടെ ഈ 9th ജോയിന്റ് നോട്ട് പ്രകാരം ഓഫീസേഴ്സിന് 3 ഇൻക്രിമെന്റ്
ലഭ്യമാണ്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇനിയൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ചില ബാങ്കുകളിൽ ഓൾറെഡി പറയുന്നുണ്ട് ഒരു അടുത്ത ലെവലിലേക്ക് ഒരു പ്രൊമോഷൻ വേണം എന്നുണ്ടെങ്കിൽ CIB മാൻഡേറ്ററി ആക്കുകയാണ് എന്ന്. ചില ബാങ്കുകൾ ഓൾറെഡി അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ IBA വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇതെല്ലാ ബാങ്കുകളിലേക്കും ഈ നിർദ്ദേശം വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് അടുത്ത് തന്നെ നടപ്പിലാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം CIB പാസ്സാകുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ രവിചന്ദ്രൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇനി ഈ പ്രാക്ടിക്കൽ നോളജ് ഈസ് പവർ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ബാങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ നോളജ് ബേസ് തീർച്ചയായിട്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഈ അടുത്ത 2 ആഴ്ച മുന്നേ നടന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു റെഫറൻസ് വന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രസ്റ്റിന്റെ പേരിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഓൾമോസ്റ്റ് 1 crore ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് അഗൻസ്റ്റ് ഒരു ലോൺ വേണം. അപ്പോൾ ആ ലോണ് മാനേജർ സാങ്ഷൻ ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം ആ ട്രസ്റ്റ് ഡീഡ് അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ട്രസ്റ്റ് ഡീഡ് നോക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഒരു ട്രസ്റ്റിന് നമ്മൾ ഒരു അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഒരു ട്രസ്റ്റ് ഡീഡിന്റെ ഇമ്പോർട്ടൻസും എന്തുകൊണ്ട് അത് നമ്മൾ പഠിക്കണം എന്നുള്ളതും അദ്ദേഹം മനസ്സിലാക്കിയില്ല. അദ്ദേഹം ആ ഡെപ്പോസിറ്റ് എങ്ങനെയാണോ അതിന്റെ ഓപ്പറേഷൻസ്, അത് പ്രകാരം അദ്ദേഹം ലോൺ അനുവദിക്കുന്നു. അപ്പോൾ അതിനകത്ത് സൈൻ ചെയ്യാത്ത ഒരു ട്രസ്റ്റി ഉണ്ട്. ആ ട്രസ്റ്റി ഇപ്പോ ഒരു പോലീസ് കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് മാനേജറും ബാക്കി 2 ട്രസ്റ്റീസും ചേർന്ന് ദേ ഹാവ് കൊള്യൂഡഡ്, അങ്ങനെ അവര് ഈ പണം അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇപ്പൊ പോലീസ് കേസായി വന്നിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആ മാനേജർക്ക് എന്താണ് ട്രസ്റ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ട്രസ്റ്റീഡിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും അദ്ദേഹത്തിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളുടെ CIB അല്ലെങ്കിൽ JIB നമ്മൾ പഠിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രായോഗികമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തുകയും അതിനുള്ള ആൻസേഴ്സ് നമ്മൾ തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിനുള്ള നിങ്ങളുടെ ഹൗ വി ട്രൈ ടു എക്വിപ്പ് യു ഫോർ ബിക്കമിങ് എ ബെറ്റർ പ്രൊഫഷണൽ ബാങ്കർ. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഈ ഒരു ക്ലാസ് എടുക്കുക മാത്രമല്ല, ഇപ്പോൾ നമ്മളെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വാട്സാപ്പ് ഗ്രൂപ്പായും പേഴ്സണൽ ഫോൺ കോളായും എല്ലാം നമുക്ക് റെഫറൻസ് വരാറുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ക്ലാരിഫൈ ചെയ്യാറുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഈ ബാങ്കിൽ നിന്ന് നമുക്ക് ഫോൺ കോൾ വരാറുണ്ട്. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതെങ്ങനെ നേരിടണം, വാട്ട് കുഡ് ബി ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്, ഇത്തരത്തിലൊക്കെ നമുക്ക് റെഫറൻസ് വരാറുണ്ട്. അപ്പോൾ ദ പർപ്പസ് ഈസ് നോട്ട് ഓൺലി ടു എനേബിൾ യു ടു പാസ് ദ JIB or CIB, പക്ഷേ മറിച്ച് നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ബാങ്കറായിട്ട് എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെ കൺസേൺ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ എല്ലാ വാസ്റ്റ് സിലബസ് ആണ്. ഈ സിലബസ് എല്ലാം പഠിച്ച് നമുക്കിത് എക്സാം എഴുതാം എന്ന് വിചാരിക്കുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ, അത് സാധ്യമല്ല. അപ്പം നമ്മളൊരു അനാലിസിസ്, നമുക്കൊരു സ്ട്രാറ്റജി വേണം. ഈ സ്ട്രാറ്റജി മീൻസ് കമ്മിറ്റ്മെന്റ് വേണം. ഒരു ക്ലാസ് വരും, പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണില്ല. ഇത്തരത്തിൽ നമ്മളൊരു 3 മാസത്തേക്ക് നമുക്കൊരു ഡെഡിക്കേഷൻ വേണം. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്ലാസ്സിലും നമ്മൾ സമയം അനുവദിക്കാറുണ്ട് എന്തിന്, ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും. അപ്പോൾ ഏതെങ്കിലും പോർഷൻസ് നമുക്ക് കൂടുതൽ വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാം.
ഇത്തരത്തിൽ നമ്മളുടെ എല്ലാ ഒരു എക്സാമിന് വരുന്ന ഏതൊക്കെ പോർഷൻസ് ആണ് വരുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിൽ കാര്യമായിട്ടുള്ള ഊന്നൽ കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അധികം സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. നിങ്ങളെല്ലാവരും കണ്ടതിൽ വളരെയധികം സന്തോഷം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. Thank you, sir. Thank you so much, sir. Thank you, Manohar, sir. Sir, Ravindranath, sir. Hello. Sir. Sir, welcome, sir. Few words. Good evening, Satish Kumar, sir, Ravindran, sir, James, sir, Manohar, sir, and my dear young bankers. ഇന്ന് നല്ലൊരു ദിനമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഈ IBS ആയിട്ട് ചേരാൻ വേണ്ടി തീരുമാനിച്ച തന്നെ ശുഭസൂചകമാണ്. നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് എല്ലാത്തരം സപ്പോർട്ടുകൾ IBSനെ പറ്റി നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. എന്നാലും കഴിഞ്ഞ 14 വർഷമായിട്ട് ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഓൾ ഇന്ത്യ റെപ്യൂട്ടേഷനുള്ള ഒരു സ്ഥാപനമാണ്. IABFന്റെ അക്രഡിറ്റേഷനുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. പല ഭാഷയിലും ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ബാങ്കേഴ്സ്. പലരും 35-40 വർഷമായിട്ട് ബാങ്കിൽ പ്രവർത്തിച്ചിട്ട് അതിനുശേഷം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ബുക്ക് നോളജ് മാത്രമല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടി ചേർന്നിട്ട് ക്ലാസ് എടുക്കുന്നവരാണ്. അതുമാത്രമല്ല, നേരെ രവീന്ദ്രൻ സാർ പറഞ്ഞു, കാശിന് വേണ്ടിയിട്ടല്ല നമ്മൾ പലരും ക്ലാസ് എടുക്കുന്നത്. ഇന്നലെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്നലെ CABയുടെ എക്സാം ഉണ്ടായിരുന്നു, ബാങ്കിങ് റെഗുലേഷൻ ആൻഡ് ബിസിനസ് ലോസ്. അതിൽ CT രവിചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്, യു ആർ ഗോയിങ് ഓൺ ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ്. മിനിയാന്ന് രാത്രിയും ചെയ്യുന്നു, രാവിലെയും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന പോലെ നിങ്ങളെന്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദ എക്സാം ഈ സെൻഡ് മി എ മെസ്സേജ്, സാർ 71 മാർക്ക് കിട്ടി, ഞാൻ CIB കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ കൂടി ഒരു സപ്പോർട്ടിൽ ഒരു സ്റ്റുഡൻറ് നല്ല മാർക്ക് വാങ്ങി പാസ്സാവുന്ന അതിൽ കിട്ടുന്നൊരു സന്തോഷം, അതാണ് നമുക്ക് പ്രധാനം. അല്ലാതെ ഒരുവിധം എല്ലാവർക്കും അറിയാം, ബാങ്കേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് വെൽ സെറ്റിൽഡ് ആണ്. അങ്ങനെ പ്രശ്നങ്ങളും പ്രാരബ്ധങ്ങളും ഒന്നും അധികം ബാങ്കേഴ്സിന് ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾ ഉന്നത നിലയിൽ എത്തുക. അപ്പം നമ്മൾ വി ആർ എ മെന്റർ ടു യു. നേരത്തെ സാർ പറഞ്ഞ പോലെ ക്ലാസ്സിൽ എടുക്കുമ്പോഴും മാത്രമല്ല, നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. എന്ത് പ്രോബ്ലംസ് പലരും പറയാറുണ്ട്, ക്ലാസ്സിലല്ല ബാങ്കിൽ ഇഷ്യൂസ് നടക്കുമ്പോൾ ഇതെങ്ങനെ ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, അത് ചോദിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് നമ്മൾ 10 കൊല്ലം, ഞാൻ റിട്ടയർ ആയിട്ട് 10 കൊല്ലമായി, അവിടത്തെ എല്ലാം നമ്മൾ നിർത്തിയിട്ടില്ല. ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. RBI എന്ത് പറയുന്നു, ഫൈനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ ഇപ്പോൾ എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിന് ശേഷം നടക്കുന്ന എക്സാമിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ് ടു ജൂൺ 30th വരെ വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എക്സാമിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അപ്ഡേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ കരിക്കുലർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, സിലബസ് നോക്കുകയാണെങ്കിൽ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ് നിങ്ങൾക്കെല്ലാം വരുന്നത്. മുമ്പേ അങ്ങനെ ആയിരുന്നില്ല, ബാങ്കുമായിട്ട് ബന്ധപ്പെടാത്ത ടോപ്പിക്സ് ഉണ്ടായിരുന്നു. നിങ്ങളൊരു പ്രൊഫഷണൽ ബാങ്കർ എങ്ങനെ ആക്കാം എന്നുള്ളത് വളരെ ബാങ്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ടോപ്പിക്സ് ആണ്. 4 ടോപ്പിക്സും കൈകാര്യം. കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ജെയിംസ് സാറ് പറയായിരിക്കും എന്തൊക്കെയാണെന്നുള്ളത്. ഈവൻ ഇന്ത്യൻ ഇക്കോണമി ആൻഡ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ എടുക്കുകയാണെങ്കിലും അതിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അക്കൗണ്ടൻസിയിലും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ പ്രിൻസിപ്പൾസ് ആൻഡ് പ്രാക്ടീസസ്, നമുക്ക് എല്ലാ തരത്തിലും ഒരു പ്രാക്ടിക്കൽ ബാങ്കർ എങ്ങനെ ആകണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ CABയും JIBയും CABയും ഒക്കെ പാസ്സാകുമ്പോൾ
നേരത്തെ മനോഹർ സാറ് പറഞ്ഞു ഒരു അഡീഷണൽ ഇൻക്രിമെന്റ് ഓഫീസർ ലെവലിൽ ചേർന്നവർക്ക് ഒരു അഡീഷണൽ ഇൻക്രിമെന്റ് കൂടി CAB പാസ്സാകുമ്പോൾ വരുന്നുണ്ട്. മുമ്പ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇഫ് യു നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ഓഫീസർ ലെവലിലാണ് JIB CAB എഴുതുന്നെങ്കിൽ ഒരു ഇൻക്രിമെന്റ് മാത്രമേ CABക്ക് ഉണ്ടായിരുന്നുള്ളൂ. നൗ ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് 2. അപ്പം നിങ്ങൾക്ക് കാരിയർ അഡ്വാൻസ്മെന്റ് ഉണ്ടാകും. CAB പാസ്സാകുമ്പോൾ കാരിയർ അഡ്വാൻസ്മെന്റ് ഉണ്ടാകും. അതുപോലെ ഏർണിംഗ് പൊട്ടൻഷ്യൽ, നിങ്ങൾക്ക് കൂടുതൽ സമ്പാദിക്കാനുള്ള ഒരു അവസരം കൂടി തരികയാണ് CAB JIB പാസ്സാകുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽ അഡ്വാൻസ്മെന്റും പേഴ്സണൽ ഡെവലപ്മെന്റും രണ്ടും നിങ്ങൾ CAB പാസ്സാകുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിവരം കൂടുതൽ കിട്ടും. പ്രിൻസിപ്പൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിൽ ഓരോ കാര്യങ്ങളും, നമ്മൾ ബാങ്കിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതും എക്സ്പീരിയൻസ്ഡ് ബാങ്കേഴ്സ് ആണ്. അവരും ഓരോ ലെവലിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കൊരു ടു ബി എ ഗുഡ് ബാങ്കർ, നല്ലൊരു ബാങ്കർ ആകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ IBSഉം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഏത് തരത്തിലും നിങ്ങൾക്ക് സപ്പോർട്ട്. പേഴ്സണൽ ഡെവലപ്മെന്റ്, ഒരാൾ നമ്മൾക്ക് ഒരു ബാങ്കിൽ ഒരാൾ നല്ല വിവരമുള്ളവർ, എല്ലാം അറിയുന്നവൻ ആരുമില്ല, പക്ഷെ നല്ല വിവരമുള്ള ഒരാളുണ്ടാകും. അവർക്ക് കിട്ടുന്ന റെസ്പെക്ട്, ഒരാൾ CAB പാസ്സായാൽ അവർക്ക് കിട്ടുന്ന റെസ്പെക്ട് അത് വേറെ തന്നെയാണ്. ഒന്നും JIB പോലും പാസ്സാവാത്ത ഒരാളും CAB കഴിഞ്ഞ ഒരാളും ഡെഫിനറ്റ്ലി അതിന് ഡിഫറൻസ് ഉണ്ട്. ഒരാൾ വരുമ്പോൾ നിങ്ങൾക്ക് കരിയർ പ്രോഗ്രഷനൊക്കെ ഡെഫിനറ്റ്ലി ഇറ്റ് കൗണ്ട്സ്. എക്സ്പേർട്ട് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ വി ആർ എസ് എ മെൻറ്റർ, ഫിലോസഫർ, ഫ്രണ്ട് ഫിലോസഫർ, ഗൈഡ്, മെൻറ്റർ. ഏത് സമയത്തും നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. CABയുടെ JIBയുടെ മാത്രമല്ല, അതർവൈസ് ബാങ്കിങ്ങിലത്തെ ഓരോ നിങ്ങളെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വരുമ്പോഴും നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. വാട്സപ്പിലുണ്ടാകും, ഗ്രൂപ്പിലുണ്ടാകും, നിങ്ങൾക്ക് ചോദിക്കാം, ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാം. പേഴ്സണൽ ഗ്രോത്ത്, റെക്കഗ്നീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CAB പാസ്സായാൽ ഒരു ആൾക്കാരുടെ CAB പാസ്സായി ആ ഒരു റെസ്പെക്ട് വേറെ തന്നെയാണ്. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കൂടിയാണ്. നിങ്ങൾ പാസ്സാവുമ്പോൾ യു ആർ ഗെറ്റിംഗ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ പരീക്ഷ എഴുതുമ്പോൾ യു ഹാവ് ടു ബി വെരി പ്രാക്ടിക്കൽ. നമ്മൾ പരീക്ഷ നമ്മൾ എവിടെ തുടങ്ങുന്നു, എവിടെ നമ്മൾ തീരണം. അപ്പം നിങ്ങളുടെ ആ ഗ്യാപ്പ്, നിങ്ങൾ ആ സിലബസ് നോക്കുകയാണെങ്കിൽ, ഓരോ സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ നോളജ് ലെവൽ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ട കാര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ട് ജെയിംസ് സാർ ഡെഫിനറ്റ്ലി പറയും. അതിനെക്കുറിച്ച് കൂടുതൽ എത്ര മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്കോർ ചെയ്യേണ്ടത്, അഗ്രിഗേറ്റിൻ്റെത് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും. അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അപ്പം നമ്മുടെ അണ്ടർസ്റ്റാൻഡ് ദി എക്സാം പ്രോപ്പർലി, നമ്മുടെ സിലബസ് എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പാണ്, അതിനെ പറ്റിയിട്ട് എത്ര മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യില്ല. ഒരു ദിവസം പോലും ഇനി നിങ്ങൾ കോഴ്സ് ഇന്ന് ചേരുകയാണെങ്കിൽ ഇന്ന് മുതൽ പരീക്ഷ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ദിവസം വരെ എത്ര ദിവസങ്ങളുണ്ട്, ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് മുതൽ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വെറുതെ പ്രിപ്പയർ ചെയ്താൽ പോരാ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. ഗ്യാദർ ഓൾ ദ റിസോഴ്സസ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, നിങ്ങൾ IBS നല്ലൊരു ബുക്സ്, രവീന്ദ്രൻ സാർ പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു ബുക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നോട്ട്സ് ഉണ്ട്. ഓരോ കാര്യങ്ങളും, എല്ലാ റിസോഴ്സസും നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, അതൊക്കെ നിങ്ങൾ ഗ്യാദർ ചെയ്യുക. സ്റ്റഡി സ്ട്രാറ്റജിക്കലി. നിങ്ങൾ വെറുതെ വായിച്ചിട്ട് പോയാൽ പോരാ, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഓരോ കാര്യങ്ങളും സ്ട്രാറ്റജിക് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. ഫോക്കസ് ഓൺ വീക്ക് ഏരിയാസ്. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ഒരുപോലെ സ്ട്രോങ് ആവണമെന്നില്ല. ചിലവർക്ക് അക്കൗണ്ടൻസിയിൽ കുറച്ച് വിഷമമുണ്ടാകും. നിങ്ങൾക്ക് എതിലാണ് വീക്ക് ആയിട്ടുള്ളത് അതിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് എല്ലായിടത്തിലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണം. അത് നിങ്ങൾ നോക്കുക. ടേക്ക് ബ്രേക്സ്. കണ്ടിന്യൂസ്ലി ഒരു ദിവസം നിങ്ങൾ ഇരിക്കുമ്പോൾ, ഇന്ന് ഹോളിഡേ ആണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കാൻ അത് പറ്റില്ല. യു വിൽ ബി മോർണിംഗ് ഔട്ട്. അങ്ങനെ പറ്റില്ല. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് എടുക്കുക തന്നെ ചെയ്യണം. റിവ്യൂ റെഗുലർലി. നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകുമ്പം ഇപ്പോഴും നമ്മുടെ ലെവലിൽ എവിടെ എത്തി, എവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, എന്തായിരുന്നു എൻ്റെ ബേസ് പ്ലാൻ, ഇപ്പം ഞാൻ എവിടെ എത്തി, എവിടെ എത്തണം, എനിക്ക് എത്തണം. 50 മാർക്ക് ഒരിക്കലും നിങ്ങൾ എയിം ചെയ്യരുത്. പരീക്ഷയ്ക്ക് 50 മാർക്കാണ് പാസ്സാകാനുള്ളത്, എനിക്ക് 50 മാർക്ക് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പ്ലാനിങ്
ഉണ്ടാക്കരുത്. നിങ്ങൾ പ്ലാനിങ് ചെയ്യുമ്പോൾ ഒരു 65-70 മാർക്സ് എങ്കിലും എനിക്ക് കിട്ടണം എന്നുള്ളതിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് 50ന്റെ മേലെ പോകുള്ളൂ. അല്ലാതെ 50ന്റെ പ്ലാൻ ചെയ്താൽ യു മേ നോട്ട് റീച്ച് ദ. അപ്പം നിങ്ങൾ വളരെ റെഗുലർ ആയിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്യണം, ഞാൻ എവിടെ എത്തി, എവിടെ എത്തണം എന്നുള്ളത്. പിന്നെ സിമുലേറ്റ് എക്സാം കണ്ടീഷൻസ്, നമ്മൾ പരീക്ഷ എഴുതുക. IBS തന്നെ ഒത്തിരി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് MCQs ഒക്കെ ഒത്തിരി തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ സീക്ക് സപ്പോർട്ട് ഫ്രം നിങ്ങളുടെ ഗ്രൂപ്പിലത്തെ ആൾക്കാരുടെ സപ്പോർട്ട് ചോദിക്കാം. IBSന് ഡെഫിനറ്റ്ലി നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഒക്കെ ഏത് സമയത്തും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരുടെ സപ്പോർട്ട് വാങ്ങിക്കാം. നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് വാങ്ങിക്കാം. ഇവരെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും റെഡി ആയിട്ട് നിൽക്കുന്നവരാണ്. ഇവരുടെ ഒക്കെ സപ്പോർട്ട് നിങ്ങൾ വാങ്ങിക്കുക. ഡെഫിനറ്റ്ലി ഇക്കൊല്ലം തന്നെ നിങ്ങൾ JIB കംപ്ലീറ്റ് ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. ടേക്ക് കെയർ. താങ്ക് യു. Thank you, Devendra sir. Thank you so much. James sir, James sir, please join. Sir, few words. Good evening to all. Good evening, Ravichandra sir, Ravindranathan sir, Manohar sir, Hari, and all my dear bankers. മുമ്പുള്ള ഫാക്കൽറ്റീസ് എല്ലാം പറഞ്ഞതുപോലെ എനിക്ക് അധികമായിട്ടൊന്നും പറയാനില്ല. ബിക്കോസ് ഇതൊരു നല്ലൊരു തുടക്കമാണ് നമുക്ക്. ഇനി 3 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ 3 മാസം വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 പേപ്പറാണുള്ളത്. നിങ്ങൾക്കറിയാം, 2022 ശേഷം IABF സിലബസ് റിവൈസ് ചെയ്തു, പേപ്പർ ആഡ് ചെയ്തു. അങ്ങനെ 4 പേപ്പറുണ്ട്. കണ്ടന്റ് കൂട്ടി. സോ ഇതൊരു പ്രൊഫഷണൽ ലെവലിലോട്ട് വളരെയധികം അവർ സ്റ്റാൻഡേർഡ് കൂട്ടിയിരിക്കുകയാണ്. IABF JIBD CIBD സ്റ്റാൻഡേർഡ് വളരെ കൂട്ടിയ ഒരു പ്രൊഫഷണൽ എക്സാം പോലെയാണ്. അതിനു മുൻപ് ഒരു ലാസ്റ്റ് 1 മന്തിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JIBയും അതുപോലെ ഒരു 1.5 മാസം കൊണ്ട് CIB ഒക്കെ പാസ്സാകാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 3+3 പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. ആ സിറ്റുവേഷൻ മാറിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് 40, 42, 45, 46, 48, 49 മാർക്ക് വരെ പലർക്കും കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ക്രൂഷ്യൽ ലെവൽ എന്ന് പറയുന്നത് 50+ ആണ്. 50ന് മേളിൽ മാർക്ക് കിട്ടുക എന്നുള്ളത്. ഒരു സിറ്റിങ്ങിലാണെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ, അതായത് ഒരൊറ്റ അറ്റംപ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് 45ൻ്റെ ഒരു മിനിമം ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അഗ്രിഗേറ്റ് 50%, മിനിമം 45 ആൻഡ് എബോവ്. പക്ഷേ അത് എല്ലാ പേപ്പറും ഒരു സിറ്റിംഗ് നിങ്ങൾ പാസ്സാകണം. ഇപ്പം നിങ്ങളുടെ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്തു, ഈ ഒരു പേപ്പർ 2 പേപ്പർ ഇത്തവണ ഒക്ടോബറിൽ നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുക. അതിലൊരു പേപ്പർ നിങ്ങൾ പാസ്സായെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല. ഒരു പേപ്പർ പാസ്സായില്ല, നിങ്ങൾ 2 പേപ്പർ എഴുതി, 2 പേപ്പർ നിങ്ങൾ തോറ്റു, നിങ്ങൾ എലിജിബിൾ അല്ല, ബാക്കി നിങ്ങൾ എഴുതിയില്ല. നെക്സ്റ്റ് മെയിൽ നിങ്ങൾ എക്സാം എഴുതുന്നു. മെയിൽ എക്സാം എഴുതുമ്പം വീണ്ടും അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യും. അന്നേരം ഒരു സിംഗിൾ സിറ്റിങ്ങിൽ എല്ലാ പേപ്പറും പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്ക് 45 മിനിമവും അഗ്രിഗേറ്റ് 50 എന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് നമ്പർ 1. ഇനി പേപ്പറിനെ കുറിച്ച് പറയാം. എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 100 questions, 100 marks ആൻഡ് 2 hours, 120 minutes. ഇതാണ് നിങ്ങളുടെ JIB എക്സാമിൻ്റെ പാറ്റേൺ. അന്നേരം നമുക്കറിയാം ഇവിടെ ടൈം ഒരു വലിയ കൺസ്ട്രെയിൻ്റ് ആണ്. കുട്ടികൾക്ക് എല്ലാവരും സംഭവിക്കുന്നത് ആദ്യത്തെ ന്യൂമറിക്കൽ പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം വരുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തത് കോഴ്സ് കണ്ടന്റ് ആണ്. കോഴ്സ് കണ്ടന്റ് ഞാൻ പറഞ്ഞത് 4 പേപ്പർ. അതിൽ ഫസ്റ്റ് പേപ്പർ ഇന്ത്യൻ എക്കണോമി ആൻഡ് എക്കണോമിക് സിസ്റ്റമാണ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അത് പുതിയ ആയിട്ട് എക്കണോമിക്സ് നേരത്തെ ഉള്ളതാണ്, ഫിനാൻഷ്യൽ സിസ്റ്റമൊക്കെ അവർ ആഡ് ചെയ്തിരിക്കുന്ന ഒരു പേപ്പറാണ്. അന്നേരം ഇതിൽ സാധാരണഗതിയിൽ ഒരു എക്കണോമിക്സ് സ്റ്റുഡൻറ്റിനൊക്കെ വളരെ എളുപ്പമായിരിക്കും, ഒരു അക്കൗണ്ടൻസി ഒക്കെ ഉള്ള ഒരാൾക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ഒരു സയൻസ് സ്റ്റുഡൻറ്റിന് അതൊരു ടഫ്, ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനൊക്കെ ആ പേപ്പർ പുതിയൊരു ടോപ്പിക്കാണ്. അന്നേരം അവിടെ കുറച്ച് വർക്ക് ചെയ്തെങ്കിലേ നമുക്കത് പാസ്സാകാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് പേപ്പർ എന്ന് PP, പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് ഓഫ് ബാങ്കിങ്. അത് ഒരു 2 years ഒക്കെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് പാസ്സാകാൻ പറ്റുന്നൊരു പേപ്പറാണ്. അന്നേരം ഞാനത് വളരെ ഈസി ആയിട്ട് തള്ളുകയല്ല,
ബട്ട് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് ബാങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു അപ്ലിക്കേഷൻസിനൊക്കെ ഒരു പരിധി വരെ അതിനകത്തുണ്ടാവും. ബട്ട് കമ്മിങ് ടു ദ തേർഡ് പേപ്പർ, അതായത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫോർ ബാങ്കേഴ്സ്, അവിടെ അക്കൗണ്ടൻസി ഒരു മേജർ പോർഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിനകത്ത് ബിസിനസ് മാത്തമാറ്റിക്സും ഫിനാൻഷ്യൽ മാനേജ്മെന്റും എല്ലാം വരുന്നുണ്ട്. അത് കുറച്ച് ടഫായിട്ടുള്ളൊരു പേപ്പറാണ്. JABയിൽ കൂടുതൽ കുട്ടികൾ തോൽക്കാൻ സാധ്യതയുള്ള ഒരു പേപ്പറാണ് ഈ അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫോർ ബാങ്കേഴ്സ് എന്നുള്ളത്. പിന്നത്തെ പേപ്പറാണ് റീറ്റെയിൽ ബാങ്കിങ്. അത് അഡീഷൻ ആയിട്ട് വന്നതാണ്, റീറ്റെയിൽ ബാങ്കിങ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ്. അതും സ്കോർ ചെയ്യാൻ കുറച്ച് നമുക്കൊരു റീറ്റെയിൽ ബാങ്കിങ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അധികം സ്ട്രെയിൻ കൊടുക്കാതെ പാസ്സാകാൻ പറ്റുന്നൊരു പേപ്പറാണ്. ബട്ട് എന്നാൽ കൂടി ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ബാങ്കേഴ്സാണ്, നിങ്ങളെല്ലാവരും വൈകിട്ട് 6 മണിക്കോ 7 മണിക്കോ 8 മണിക്കൊക്കെ ആയിരിക്കും വീട്ടിലെത്തുന്നത്. അതുപോലെ പലരും അതിരാവിലെ പോകേണ്ടതായിട്ടും വരും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും കുട്ടികൾ നമ്മുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്, സാറേ സമയം കിട്ടുന്നില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഇവിടെയാണ് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ JAB എക്സാമിന് ഒരു കുട്ടി, ഷീ ഈസ് ട്രാവലിംഗ് ഫ്രം കോയമ്പത്തൂർ ടു ബാംഗ്ലൂർ. അന്നേരം അക്കൗണ്ടൻസിയുടെ പേപ്പറാണ് നെക്സ്റ്റ് ഡേയിൽ. ഷീ ഹാഡ് ഗോട്ട് സം ഡൗട്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഇന്ന ഏരിയയിൽ ഡൗട്ട് ഉണ്ട്, ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഷീ വാസ് ട്രാവലിംഗ്, ആ കാറിനകത്ത് ഇരിക്കുകയാണ്, ഡ്രൈവർ വേറെ ഉണ്ട്, ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്യുന്നത്. ബട്ട് എൻ്റെ അടുത്ത് സംശയം ചോദിച്ചു. സംശയമെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു 1/2 hour to 30 minutes സ്പെൻഡ് ചെയ്തു. ഷീ സ്കോർഡ് എ ഗുഡ് മാർക്ക്, 62 or 63 മാർക്ക് കിട്ടി. അന്നേരം ഇവിടെ നമ്മുടെ ഇൻറ്റൻഷനാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ്. ഹൗ യു ടേക്ക്. ഞങ്ങൾ ഫാക്കൽറ്റീസ്, സാർമാരൊക്കെ പറഞ്ഞതുപോലെ, ഓരോ ടോപ്പിക്കിൻ്റെയും എക്സ്പേർട്ടാണ്. IBSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ JABക്ക് വളരെ കുറച്ച് പോർഷൻ എടുക്കുന്നുള്ളൂ. കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന CIB പേപ്പറാണ്. കാര്യം വേറെ എന്നെക്കാൾ വളരെ പ്രാവീണ്യമുള്ള, ഞാൻ 10-36 വർഷം ബാങ്കിൽ വർക്ക് ചെയ്താണെങ്കിലും ക്ലാസ് എടുത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ബാങ്കിങ് പ്രിൻസിപ്പൽ ആൻഡ് പ്രാക്ടീസിനോ അല്ല അക്കൗണ്ടൻസിക്കൊക്കെ എക്സ്പേർട്സാണ് ക്ലാസ് എടുക്കുന്നത്. അവിടെയാണ് ആ ഒരു ആഡഡ് അഡ്വാൻറ്റേജ്. നിങ്ങളുടെ സംശയം നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് IBS എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അന്നേരം എങ്ങനെ നിങ്ങൾ തീർക്കും? ഞാനിപ്പം അനലൈസ് ചെയ്യായിരുന്നു നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ CIB റിസൾട്ട് വളരെ മോശമായിരുന്നു. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ തീരെ കുറവായിരുന്നു. സിംഗിൾ ഡിജിറ്റ് തന്നെയാണെങ്കിലും 4-5% ആയിരുന്നു. IBSൻ്റെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് നമുക്ക് അട്രാക്റ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇത്തവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-15 കുട്ടികൾ എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് അപ്പോഴൊക്കെ പല തവണയായിട്ട് സംശയം ചോദിക്കുകയും വാട്സാപ്പിലൂടെയും പേഴ്സണൽ നമ്പറിലും ഗ്രൂപ്പിലും ഒക്കെ സംശയം ചോദിച്ച് ആ കുട്ടികളെല്ലാം പാസ്സായി. അതാണ് ഇതിനകത്തൊരു പ്രത്യേകത. അന്നേരം ഇവിടെ വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നമ്മൾ ഈ ഒരു കാര്യത്തെ എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ അതിനെ കണ്ടെത്തുന്നു, നമ്മുടെ ലക്ഷ്യം എന്താണ്, അത് എത്താനായിട്ടുള്ള റൂട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യമേ ഡ്രോ ചെയ്ത് വെക്കണം. ഇവിടെ 3 മാസം നിങ്ങൾക്ക് മുന്നിലുള്ളത്. പല കുട്ടികളും ഇതിപ്പം വിചാരിക്കുന്ന 3 മാസം സമയമുണ്ടല്ലോ, ഇഷ്ടം പോലെ സമയമുണ്ട്. 3 മാസം 90 ദിവസമുണ്ട്. അതിനെ വീണ്ടും 24 മണിക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 3 hours നമ്മുടെ മുന്നിലുണ്ട്. ഒരാഴ്ചയോടെ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇങ്ങനെ നമ്മൾ മാറ്റി വെക്കും. അവസാനം വരുമ്പോൾ നമുക്ക് ഇത് എങ്ങും എത്താത്തൊരു സ്റ്റേജിലേക്ക് വരും. അന്നേരം ഇവിടെ സാറും രവീന്ദ്രനാഥ് സാറും രവീന്ദ്രൻ സാറൊക്കെ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷനാണ് അത്യാവശ്യം. സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രിപ്പറേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. സിസ്റ്റമാറ്റിക് ആണ് ഉദ്ദേശിക്കുന്നത് Day 1. ഐ തിങ്ക് ഹരി പറഞ്ഞതനുസരിച്ച് നെക്സ്റ്റ് മൺഡേയിലാണ് നമ്മുടെ ഷെഡ്യൂൾ തുടങ്ങാൻ പോകുന്നത്, ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. ഈ മൺഡേക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാക്മിലിൻ്റെ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇഫ് ടൈം പെർമിറ്റ്സ് ഗോ ഒരു റീഡിങ് നിങ്ങൾ എടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണോ എന്ന് കോർഡിനേറ്റർ ചോദിച്ചാൽ അറിയാൻ പറ്റും ഏത് പേപ്പർ ആദ്യം എടുക്കുന്നത്. ഒരു ബ്രീഫായിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ കയറുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അത് ആ ടോപ്പിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ കൂടി ഇതൊക്കെയാണ് നമ്മൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അന്നേരം ഇന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ക്ലാസ്, മോർണിംഗ് സെഷൻ അല്ലെങ്കിൽ ഈവനിങ് ഏതാണോ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അതിന് മുൻപായിട്ട് ഒരു ഓവർവ്യൂ, അതെന്താണ് എന്നുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ അത് കോൺക്രീറ്റ് ആയിട്ട് അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇനി നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഒന്നുകൂടെ റീകളക്ട് ചെയ്യുക എന്നുള്ളത്.
ആ റിക്കളക്റ്റ് സെയിം ഡേ ചെയ്യാൻ പറ്റിയാൽ വളരെ നന്ന്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഡേ ബിഫോർ കമ്മിങ് ടു ദ നെക്സ്റ്റ് സെഷൻ ഇഫ് യു ക്യാൻ ഗോ ത്രൂ ദ ടോപ്പിക്. ഞാനത് കംപ്ലീറ്റ് പഠിക്കണമെന്നല്ല പറയുന്നത്, ഒരാവർത്തിയെങ്കിലും അതൊന്ന് റിവ്യൂ ചെയ്തൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ നന്നായിട്ട് ആ ടോപ്പിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സിലബസ് വളരെ വലുതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു 1/3 ആയിട്ടാണ് IBS നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്. അന്നേരം ഇതിൽ നിന്നും തന്നെ നമ്മൾ വളരെ കൺസൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് PPT ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നേരം നിങ്ങൾ പഠിക്കേണ്ടത് ഈ മെറ്റീരിയലാണ്, ഈ സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ മാക്മില്ലൻ്റെ ബുക്ക്. അതായിരിക്കണം നിങ്ങളുടെ റെഫറൻസ് ബുക്ക്. അപ്പം അടുത്ത 3 മാസം കൊണ്ട് നിങ്ങൾക്ക് മാക്മില്ലൻ ബുക്ക് പഠിക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. ബിക്കോസ് അത്രയ്ക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതിനകത്തുള്ളത്. വാട്ട് ഐ സജസ്റ്റ്, അറ്റ്ലീസ്റ്റ് IBSൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ ഫാക്കൽറ്റീസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കിനകത്തും കറൻറ്റ് ചേഞ്ചസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ മെറ്റീരിയൽ എങ്കിലും നിങ്ങൾ 1 or 2 ആവർത്തി വായിക്കണം. വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇനി ചില പോർഷൻ, ചില പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഈവൻ ഈ IBSൻ്റെ മെറ്റീരിയലും ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ചില പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് വരും. അങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യണം, അന്നേരമാണ് നമ്മൾ റെഫറൻസ് ബുക്കായിട്ട്, അതായത് ഞാൻ പറയുന്നപ്പോഴും ബൈബിൾ എന്ന് പറയുന്നത് മാക്മില്ലൻ്റെ ബുക്ക്, ആ ബുക്ക് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ, എല്ലാം വായിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല, ആ പെർട്ടിക്കുലർ പോയിന്റ്, ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ആ ടോപ്പിക്കിന് വരും. ഇതിനകത്ത് ഇപ്പോൾ ഫാക്കൽറ്റീസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എക്സാം അവർ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ബ്രോഡായിട്ടുള്ളൊരു ഐഡിയ ഉള്ളൂ. പക്ഷേ ഈ ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമുക്ക് പറയാനൊക്കത്തില്ല. അന്നേരം ഫാക്കൽറ്റീസ് ചെയ്യുന്നത് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ കോൺസെപ്റ്റ്സ് നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നു, അതിൽ നിന്നും ഏതെല്ലാം രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നുള്ള ഒരു ബ്രോഡായിട്ടുള്ളൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരുന്നു. നമ്മുടെ MCQ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ആ IIBFൻ്റെ ക്വസ്റ്റ്യൻ അതേ പാറ്റേണിൽ ആകണമെന്നില്ല. മാത്രമല്ല അവർ സ്ട്രെസ്, ഈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചില സമയത്ത് തിയറിയിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അടുത്ത സീസണിൽ അവർ ന്യൂമറിക്കൽസ് കേസ് സ്റ്റഡീസിലായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അന്നേരം ഇത്തവണയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ CIBക്കും ആണെങ്കിലും JIBക്ക് ആണെങ്കിലും അവർ തിയറിക്കായിരുന്നു കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തിയറി നന്നായിട്ട് പഠിച്ചവർക്കെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നെക്സ്റ്റ് സീസണിൽ തിയറി മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ടായില്ല. അന്നേരം നമ്മൾ ഇത് രണ്ടും വേണം. ഇറ്റ് ഷുഡ് ബി കോമ്പിനേഷൻ. നമ്മൾ തിയറി എന്ന് ചോദിച്ചാൽ അത് ആൻസർ ചെയ്യാൻ പറ്റണം. അതല്ല കേസ് സ്റ്റഡി ആണ്, അല്ല ന്യൂമറിക്കൽ പാർട്ടാണ് വരുന്നതെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റണം. ഇനി ഒരു പെർട്ടിക്കുലർ മൊഡ്യൂൾ, നിങ്ങൾക്കറിയാം ഓരോ പേപ്പറിനും 4 മൊഡ്യൂളാണ്, ABCD. ഈ ഓരോ മൊഡ്യൂളിലും 10ഉം 12ഉം ചാപ്റ്റേഴ്സാണ്. അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് എ വൊളൂമിനസ് ടോപ്പിക്കാണ്. അന്നേരം ഇതിനകത്ത് ഒരു ഏരിയയും നമുക്ക് കളയാനില്ല. ABCD 4 മൊഡ്യൂളിൽ ഞാൻ ഒരു മൊഡ്യൂൾ മാത്രം പഠിക്കാം, അടുത്ത മൊഡ്യൂൾ പഠിക്കുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ യു വിൽ ബി എ ലൂസർ. പിന്നെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 45 അല്ലെങ്കിൽ 50 ആണ് എയിമെങ്കിൽ നിങ്ങൾ 50 മാർക്ക് മതിയല്ലോ, അതുകൊണ്ട് 50% പഠിച്ചാൽ മതി എന്നുള്ളത് തെറ്റാണ്. അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പിന്നെ നമ്മൾ ഒരു 90, ഞാൻ എപ്പോഴും കുട്ടികളെടുത്ത് പറയാം, നിങ്ങൾ 90% എയിം ചെയ്യുക. 90% എയിം ചെയ്യുക, 100% ടോപ്പിക്കും പഠിക്കുക. 90% എയിം ചെയ്താൽ നിങ്ങൾക്ക് ഒരു 60 അല്ലെങ്കിൽ 55 അല്ലെങ്കിൽ 50ക്ക് അടുത്ത് വരും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ CIBക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളൊരു പേപ്പർ BFM ആണ്. BFMന് 78 മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട്. അന്നേരം ഇത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ ഒരു ടോപ്പിക് പഠിച്ചു, നമ്മളിപ്പം ഇപ്പോൾ എക്സാം നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്, ജൂലൈയിൽ തുടങ്ങുകയാണെങ്കിലും എക്സാം ഒക്ടോബറിലേ ഉള്ളൂ. അന്നേരം ഇനി ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് ആ എക്സാം എഴുതുമ്പോഴത്തേക്ക് മറന്നു പോകും. അന്നേരം അവിടെ റിവിഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. റിവിഷൻ എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മൾ മോർണിംഗ് സെഷൻ അല്ലെങ്കിൽ ഈവനിങ് സെഷൻ്റെ ക്ലാസ് ഉള്ളത്. ഹോളിഡേയ്സിൽ നിങ്ങൾ ഈ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തിട്ട് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കൺസേൺഡ് ഫാക്കൽറ്റിയുടെ അടുത്തോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലോ നിങ്ങളത് ഇടുക. പക്ഷേ ഞാൻ കണ്ടുവരുന്നത് നമ്മുടെ മലയാളം ബാച്ചിൽ സംശയം ചോദിക്കുന്നത് വളരെ കുറവാണ്. അതേസമയം നിങ്ങൾ ഇംഗ്ലീഷ് ബാച്ച് എടുത്ത് നോക്കും. ഇംഗ്ലീഷ് ബാച്ചിൽ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലുള്ള കുട്ടികൾ അവർ
ക്ലിയർ ആയിട്ട് ആ ഒരു ആസ്പെക്ട് മനസ്സിലാകുന്നത് വരെ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. ആ ഒരു എന്തൂസിയാസം എനിക്ക് മലയാളം ബാച്ചിൽ ഞാൻ കാണുന്നില്ല. എല്ലാവരും ക്ലാസ്സിലാണെങ്കിലും അത്ര ഒരു ആക്റ്റീവ് അല്ല. പിന്നെ ഇവിടെ ആസ് ഫാക്കൽറ്റി നമുക്ക് ഒന്നാമത് ഓൺലൈൻ ക്ലാസ്സാണ്. നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. അറ്റൻഡൻസ് ഉണ്ടാവും, അവിടെ നിങ്ങളുടെ പേരുണ്ടാവും, പക്ഷേ നിങ്ങൾ വെദർ യു ആർ ലിസണിങ് ടു ദ സെഷൻ എന്നുള്ളത് നമുക്ക് അതൊരു വലിയൊരു ഡ്രോബാക്കാണ് ഈ ഓൺലൈൻ സെഷനുള്ളൊരു കുഴപ്പം. ഇപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ ഇപ്പോഴും ഒരു ഓഫ്ലൈൻ സെഷൻ നടത്തി, BFM മാത്രം. സാറ് സതീഷ് സാർ അത് പറയും, സതീഷ് സാറിൻ്റെ ഒരു സ്പെഷ്യൽ കൺസേൺ ആയിരുന്നു BFM വേണ്ടി മാത്രം. സീരിയസ് ആയിട്ട് വന്നതിൽ നമുക്ക് ഒരു 5-6 മോർ ദാൻ 50% അവർ പാസ്സായി എന്നുള്ളതാണ്. മോർ ദാൻ 50%. അത്രയും കുട്ടികൾ സീരിയസ് ആയിരുന്നു, അവരത്രയും പാസ്സായി. അറൗണ്ട് 60% കുട്ടികൾ പാസ്സായി. ഇറ്റ്സ് എ ഗ്രേറ്റ് റിസൾട്ട്. BFM അത്രയും മാർക്ക് വാങ്ങി. അന്നേരം ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, നമ്മൾ ഓഫ്ലൈൻ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയല്ല, പക്ഷെ ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾ ഈ ഓഫ്ലൈനിലിരിക്കുന്ന അതേ ലാഘവത്തോടെ വേണം ഈ ക്ലാസ്സിലിരിക്കുക. ആ ലാഘവത്തോടെ ക്ലാസ്സിലിരിക്കുക. നിങ്ങൾ ലൈവ് സെഷന് അറ്റൻഡ് ചെയ്യുക, റെക്കോർഡഡ് വീഡിയോയിലേക്ക് പോകാതിരിക്കുക. ഇപ്പം കഴിഞ്ഞ 2 സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, കുട്ടികൾ വളരെ കുറച്ച് പേര് മാത്രമേ ഓൺലൈൻ സെഷൻ ഇരിക്കുന്നുള്ളൂ, റിയൽ ടൈമിൽ സെഷൻ ഇരിക്കുന്നുള്ളൂ. നിങ്ങൾ റെക്കോർഡഡ് വീഡിയോ എടുക്കുന്നത്, ആ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾ നോക്കുന്നു, ഈ മറ്റെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നോക്കുന്നത്. അങ്ങനെ വരുമ്പം പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റും നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ ഈ ലൈവ് സെഷൻ തന്നെ അറ്റൻഡ് ചെയ്യുക. ഒറ്റ സെഷൻ പോലും മിസ്സാകാതിരിക്കുക. ബിക്കോസ് പല ടോപ്പിക്കിലും കണ്ടിന്യൂറ്റി ഉണ്ട്. ഇപ്പോൾ അക്കൗണ്ടൻസി ഒക്കെ ആണെങ്കിൽ അതിന് കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ക്ലാസ് മിസ്സായാൽ നിങ്ങൾക്ക് യു മേ നോട്ട് ബി ഏബിൾ ടു ഫോളോ ദി നെക്സ്റ്റ് ക്ലാസ്. അന്നേരം അവിടെ ആ കണ്ടിന്യൂറ്റിയുടെ ഒരു പ്രോബ്ലം വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ക്ലാസ് മിസ്സായെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ കണ്ടതിന് ശേഷമേ നിങ്ങൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോകാവൂ. അന്നേരം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ എളുപ്പമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്നത് ഇത് ഇമ്പോസിബിൾ അല്ല. ദിസ് ഈസ് പോസിബിൾ. നിങ്ങൾ മനസ്സ് വെക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് അടുത്ത 3 മാസം അല്ലെങ്കിൽ 4 മാസം, 3 മാസം ഇറ്റ്സ് നമുക്ക് ഞാനത് എക്സസ് എന്ന് പറയത്തില്ല, പക്ഷേ ഈ 3 മാസം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അത് ഒരു ഡേ 1 മുതൽ, ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങണം. അല്ലെങ്കിൽ എന്നാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് അതിന് 2-3 ദിവസം മുമ്പേ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങണം. ആ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആയിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ സംശയങ്ങൾ അപ്പോഴപ്പോഴും ദൂരീകരിച്ച് പോവുക. ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഒന്നുകിൽ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാം. ചില കുട്ടികളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, വോയിസ് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജും. നമ്മൾ അതെല്ലാം ഇമ്മീഡിയറ്റ് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്ന കുട്ടികളെല്ലാം പാസ്സായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങനെ ചോദിക്കണമെന്നല്ല, നമുക്കൊരു വലിയ ഡിസ്റ്റർബൻസായി. എന്നാൽ കൂടി നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതിന് ഫാക്കൽറ്റീസ് എല്ലാവരും തയ്യാറാണ്. IBS ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ഫെസിലിറ്റീസ് എല്ലാം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഒറ്റ ക്ലാസ് മിസ്സാവാതിരിക്കുക. ഈ ഒക്ടോബറിൽ തന്നെ എക്സാം പാസ്സാകണമെന്നുള്ള ഒരു നിശ്ചയം നിങ്ങൾക്കുണ്ടാകണം. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇയറിൽ തന്നെ ഇത് പാസ്സായിട്ട് CBയിലേക്ക് പോകാനൊക്കെ ഉള്ളൂ. പിന്നെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഇവരെല്ലാവരും പറഞ്ഞു, അത് തന്നെ എനിക്കും പറയാനുള്ളത്. നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, എന്നാൽ അതിലൊക്കെ ഉപരി നമ്മുടെ നോളജ് ബിൽഡിംഗ് ആണ്. നിങ്ങളൊരു പെർഫെക്റ്റ് ബാങ്കറായിട്ട് നിങ്ങൾ എടുക്കുകയാണ്. ഇന്ന് ഒരുപാട് കോമ്പറ്റീഷൻ നമ്മുടെ ബാങ്കിൽ ഉണ്ട്. അന്നേരം ഒരു പെർഫെക്റ്റ് ബാങ്കർ ആവുക, നമ്മുടെ കരിയർ ഗ്രോത്ത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, മോണിറ്ററി ബെനിഫിറ്റിനോടൊപ്പം തന്നെ കരിയർ ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. അന്നേരം നിങ്ങളുടെ പ്ലേസ്മെൻറ്റും നിങ്ങളുടെ കരിയർ ഗ്രോത്തിനും നിങ്ങളുടെ പ്രൊമോഷനൊക്കെ ഇത് വളരെയധികം എംഫസൈസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്ന് ബാങ്കേഴ്സും IBAയും IIBF ഒക്കെ ഈ പെർട്ടിക്കുലർ എക്സാമിന് ധാരാളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സതീഷ് സാറിന് ഓർമ്മയുണ്ടാവും, ഞങ്ങളിവിടെ KFCയിൽ ട്രിവാൻഡ്രത്ത് പോയിരുന്നു. അന്നേരം അവരൊരു പോളിസി എടുത്തിരിക്കുന്നത്, അവിടെ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യണമെങ്കിൽ CAB പാസ്സാണ്. അതേപോലത്തെ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ബാങ്കിലൊക്കെ വരും. അന്നേരം അതുകൊണ്ട് കുട്ടികൾ CAB പാസ്സാകാനായിട്ട് വരും. കാര്യം അവർക്ക് മാനേജർ പോസ്റ്റ് വേണം, മാനേജറായിട്ട് അപ്പോയിൻമെന്റ് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ക്ലിയർ CAB. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. അന്നേരം ദാറ്റ് മീൻസ് നമുക്ക് പ്ലേസ്മെന്റിന് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
നിങ്ങളെ കൂടുതലൊരു യങ്സ്റ്റേഴ്സ് ആണ്. പിന്നെ ചിലർ പറയുന്ന ഒരു പിന്നെ നെഗറ്റീവ് പറയുന്ന സാറേ പ്രായമായി. ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കത്തില്ല. ഒരു CABക്ക് ഇത്തവണ ഇനി എനിക്ക് തോന്നുന്നു 1.5 വർഷം അങ്ങാണ്ട് ബാക്കിയുള്ള റിട്ടയർമെന്റിന്. ദാറ്റ് ലേഡി വാണ്ടഡ് ടു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ AGM ആണ്. ഷീ വാണ്ടഡ് ടു ക്ലിയർ ഇറ്റ്. വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് ക്ലിയർ ചെയ്യണം. മോണിറ്ററി ബെനിഫിറ്റ് അല്ല, ഒരു പാഷൻ. എനിക്ക് പാസ്സാവണമെന്ന് പറഞ്ഞു. ഇത്തവണ തന്നെ ദർ ഇസ് എ ഗുഡ് ചാൻസ് ഷീ ഈസ് ഗോയിങ് ടു ക്ലിയർ ഇറ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് BFM-ന് 2-3 മാർക്ക് കുറവുണ്ട്. ബട്ട് ഷീ ഈസ് ഗോയിങ് ടു മേക്കപ്പ് ഇൻ അതർ പേപ്പേഴ്സ്. അങ്ങനെ എഴുതാൻ പോവാണ്. അന്നേരം ഇവിടെ നമുക്ക് അപ്രാപ്യമായിട്ടൊന്നുമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും, നിങ്ങൾക്കൊരു വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. അത് ഒരുപാട് ടഫൊന്നുമല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യണം, സിസ്റ്റമാറ്റിക് സ്റ്റഡി വേണം, റെഗുലർ റിവിഷൻ വേണം, ആൻഡ് യു ഷുഡ് ഹാവ് എ കോൺഫിഡൻസ്. ഈ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ സക്സസ് വിൽ ഫോളോ, നോ ഡൗട്ട്. അന്നേരം ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. ഇതിൽ അപ്പുറമായിട്ട് എനിക്കൊന്നും പറയാനില്ല. സതീഷ് സാറുണ്ട്. സാറ് നിങ്ങളുടെ ഗുഡ് മെൻറ്റർ. സാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. എല്ലാവരും ഫ്ലൈയിങ് കളേഴ്സിൽ ഈ ഒക്ടോബർ തന്നെ JB പാസ്സായിട്ട് നമുക്ക് CABയുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ഹരി. Thank you, sir. Thank you, James, sir. Thank you all. Dear faculties, IBS Director Sadish sir join ചെയ്തിട്ടുണ്ട്. Sadish sir. Good evening, Ravichandran sir, Ravindranath sir, Manohar sir, dear candidates. പക്ഷെ എന്തായാലും നമ്മളോടൊപ്പമുള്ള എല്ലാ സീനിയർ ബാങ്കേഴ്സും നമ്മുടെ ഫാക്കൽറ്റീസും വളരെ വർഷങ്ങളായിട്ട് IBS-നോടൊപ്പം ഉള്ളതുകൊണ്ട് IBS-ൻ്റെ ആക്ടിവിറ്റീസും ക്ലാസ്സിൻ്റെ രീതിയും ബെനിഫിറ്റ്സും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും ഓരോ ടോപ്പിക്സ് മാത്രമുള്ള ഒരു പ്രാവീണ്യമല്ല, അത് ടോട്ടലി ആ കോഴ്സ് തന്നെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാ ടോപ്പിക്സും ഇവിടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളതൊന്ന്, ഇവിടെ നമ്മുടെ ജെയിംസ് സാർ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. ജെയിംസ് സാറ് ഞാനുമായിട്ട് കഴിഞ്ഞ ദിവസം KFC ട്രിവാൻഡ്രം വെള്ളയമ്പലത്ത് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെയും മറ്റ് ജനറൽ മാനേജേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാനിടയായി. അപ്പോൾ അവർക്കുള്ള വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള നമുക്ക് IBS-ന് കൊടുക്കാൻ പറ്റുന്ന സാധ്യതകളെ പറ്റിയാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് CIB പാസ്സായാൽ മാത്രമേ, അവരൊരു തീരുമാനം അവർ ബോർഡ് കൂടി എടുത്തു, CIB പാസ്സായാൽ മാത്രമേ മാനേജറൽ ടെസ്റ്റിന് എലിജിബിൾ ആവുള്ളൂ. പക്ഷേ CIB അവർ ഇത്ര നോക്കിയിട്ട് പാസ്സാവുന്നില്ല. കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള പുതിയ ഒരു സംഗതി എന്തോ ആണ്. അപ്പോൾ CIB പാസ്സായ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അവരിപ്പോൾ പെട്ടതുപോലെ, കാരണം അവർക്ക് CIB ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല നോർമൽ കോഴ്സിൽ. കാരണം ഇപ്പോഴത്തെ സബ്ജക്റ്റുകളെല്ലാം വെച്ചിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇത് സാറ് പറയാൻ കാരണം, ഇതേപോലെ ശരിക്കും മറ്റ് ഗവൺമെൻറ് ബാങ്കുകളിൽ എല്ലാ ബാങ്കുകളിലും വരാൻ പോകുന്നു, അഥവാ വന്നു തുടങ്ങി. ഞാനൊരു 10 days മുമ്പ് IIBF-ൻ്റെ CEO-യെ മീറ്റ് ചെയ്തിരുന്നു, BK ദാസ്. അദ്ദേഹമായിട്ടൊരു ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ചർച്ചയിൽ വളരെ ഇമ്പോർട്ടൻറ്റ്, ഞാൻ 1-2 പല പോയിന്റ്സും ഞാൻ അവിടെ പറഞ്ഞു. ബാങ്കേഴ്സ് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇപ്പോഴത്തെ പുതിയ സിലബസ് സബ്ജക്റ്റ് ബാങ്കേഴ്സിൻ്റെ വർക്ക് ലോഡ് കൂടുന്നു, വളരെയധികം കൂടുന്നു. ഓരോ ദിവസവും കൂടുന്തോറും ബാങ്കിങ് കുറച്ചുകൂടെ ഹെക്റ്റിക്കായി മാറുന്നു. അപ്പോൾ അതിലെ ബാങ്കിലെ ഓരോരോ എന്താ പറയുക, ഓരോ ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും പറഞ്ഞതിനോടൊപ്പം തന്നെ 3 സബ്ജക്റ്റ് 4 സബ്ജക്റ്റ് ആയതും 3 സബ്ജക്റ്റ് CIB-ക്ക് 5 സബ്ജക്റ്റ് ആയതും അതോടുകൂടി, അത് മാത്രമല്ല എൻ്റെ ടഫ്നെസ് ലെവലും കൂടിയതോടുകൂടി പല ബാങ്കേഴ്സിനും അവർ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് അവർ ഹാഫ് വേയിൽ ഡ്രോപ്പ് ചെയ്യുന്നു, അഥവാ എക്സാമിന് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഇതൊരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസപ്പോയിൻമെൻറ്റ് കാരണമായിട്ടുണ്ട് ബാങ്കേഴ്സിനിടയ്ക്ക് എന്ന് ഒന്ന് പറഞ്ഞു. ഓക്കെ ഹരി, ഇത് IIBF-ൻ്റെ ഒരു CEO-യുമായിട്ട് BK ദാസ് സാറുമായിട്ടുള്ളൊരു മീറ്റിങ്ങിൻ്റെ ഒരു ഇതാണ്. ഹരി മരിക്കും. യെസ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിനോട് ഞാൻ ഇപ്പോഴത്തെ റിയൽ ആയിട്ട് ബാങ്കേഴ്സ് ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും, കാരണം IIBF-ൻ്റെ
CEO ആയിട്ടിരിക്കുന്ന അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജറായിരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളുണ്ടായി. 2011 IBS തുടങ്ങിയപ്പോൾ അന്ന് മുതലുള്ള ഓരോ രീതികളും അതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഉള്ള ഇദ്ദേഹം അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് IIBFന്റെ തീരുമാനമല്ല എക്സാമിന്റെ ടഫ്നെസ് കൂട്ടുക എന്നുള്ളതോ ആ സ്റ്റാൻഡേർഡ് ഉയർത്തുക എന്നുള്ളതോ സബ്ജക്റ്റുകളുടെ എണ്ണം കൂടുക എന്നുള്ളതോ IIBF തീരുമാനിച്ചതല്ല. നിങ്ങൾക്കറിയാം IIBFന്റെ ഗവർണിംഗ് കൗൺസിൽ ഏതാണ്ട് എല്ലാ ബാങ്കിന്റെയും CEOമാരുണ്ട്. അപ്പോൾ ആ ഗവർണിംഗ് കൗൺസിലിൽ അവർ തീരുമാനം എടുത്തതാണ്. അതായത് ബാങ്കിൽ ഇന്ന് പഴയ പോലെ വലിയൊരു നോളജ് ഗ്യാപ്പ് ബാങ്കുകളിലുണ്ട്. പണ്ട് സ്ലിപ്സ് ഒക്കെ എഴുതി നമ്മുടെ ഹാൻഡ് റൈറ്റിൽ കുറേ റെക്കോർഡൊക്കെ എഴുതുന്ന ഇപ്പോഴത്തെ മെനു ഡ്രിവൺ അല്ലാത്ത സിറ്റുവേഷനിൽ എല്ലാവർക്കും നോളജ് ഉണ്ടായിരുന്നെന്നും അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് വന്നാലും അവർക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുമായിരുന്നെന്നും മാത്രമല്ല അവിടെ ഓരോ ബ്രാഞ്ചിലും മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് വരുന്നവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള നോളജ്ഫുൾ ആയിട്ടുള്ള ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു എന്നും അതുവഴി ബാങ്കുകൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും മറ്റ് കസ്റ്റമർ കംപ്ലൈൻറ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസിലേക്ക് ഏർപ്പെടാതെയോ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള ഇതാണ് ബാങ്കുകൾ പങ്കുവെച്ചത്. അപ്പോൾ അതിൽ നിന്നും ആ വലിയൊരു ഗ്യാപ്പ് നികത്തുക എന്നുള്ളത് വളരെ ആവശ്യമാണെന്നുള്ളത് കൊണ്ടും അത് നമ്മുടെ JIB CIBയിലോട്ട് അത്തരം ടോപ്പിക്കുകൾ കൊണ്ടുവന്ന് അത് ബാങ്കേഴ്സിൻ്റെ ഇടയ്ക്ക് അത് അവർക്ക് വലിയൊരു മാറ്റം. കാരണം നോളജ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ലൈഫിൻ്റെ എല്ലാം. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ബാങ്കിൽ ഇരിക്കുന്നു, എല്ലാവരും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഓരോ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു നിലവാരം ഉണ്ടായിരുന്നു. +2 ആയപ്പോൾ അത് മെച്ചപ്പെട്ടു, ഡിഗ്രി ആയപ്പോൾ അത് മെച്ചപ്പെട്ടു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴൊക്കെ ഓരോ സ്റ്റേജസിലും നമ്മൾ ആ പഠനം കൊണ്ട് നമുക്കൊരു വലിയ ഉയർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഉയർച്ച ഒരുപക്ഷെ ബാങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നിന്നു, പിന്നീട് അത് മുന്നോട്ടുണ്ടായില്ല. നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് എന്തിലേക്കാണോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ പോലും നമ്മൾ ഡിഗ്രിയും PG ഒക്കെ പഠിച്ചു. അവിടെ നമുക്ക് നോളജ് എൻറിച്ച്മെന്റ് ഉണ്ടായി. ഇപ്പം നമ്മൾ ബാങ്കിലാണ്, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യുന്നതെന്നും എല്ലാം നമുക്ക് ബോധ്യമുണ്ട്. ഇനി കുറേ കാലം ഇതിൽ തന്നെയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ആ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവുന്നില്ല. ആ നമ്മുടെ വർക്ക് ഫീൽഡ് എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ അതിലേക്ക്, കാരണം നമ്മുടെ പഠനം ഏതാണ്ട് ഒരു ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ നിർത്തി ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മാറ്റിവെച്ചു എന്നതുപോലെ ആയിപ്പോയി. അപ്പോൾ അവിടെയാണ് IIBF വ്യക്തമായിട്ട് പറഞ്ഞത് ഇനി മുന്നോട്ട് JIBയും CIBയും അങ്ങനെ ആർക്കും കൊടുക്കുന്നില്ല. അതിൻ്റെ വ്യക്തമായ ഒരു 1 ലൈൻ ഡെഫിനേഷൻ അവർ തന്നെ വെച്ചിട്ടുണ്ട്. CIB പാസ്സായ ഒരാളും CIB പാസ്സാകാത്ത ഒരു ബാങ്കറും തമ്മിൽ വ്യക്തമായ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാവണം. ആ വ്യക്തമായ വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ IIBF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും പിന്നോട്ടേക്ക് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിന്നും പിന്നോട്ടേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചില ക്വസ്റ്റ്യനുകൾ കുറേയൊക്കെ റിയലൈസ് ചെയ്യാൻ ഈവൻ ആ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇനി മുന്നോട്ട് അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. ചില ടോപ്പിക്കുകൾ ഓഫ്കോഴ്സ് അതങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അത്തരം ഒരു ക്ലാരിറ്റി കുറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻ. പക്ഷെ അവരുടെ ഇത്തരം പ്രൊഫഷണൽ എക്സാംസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പ്രൊഫഷണൽ എക്സാംസിലൊക്കെ എന്താണെന്ന് ചില ക്വസ്റ്റ്യനുകൾ ഇട്ട് നമ്മളെ കൊണ്ട് സമയം കളയിക്കും. അത് അവരുടെ ട്രിക്കും കൂടിയാണ്. അതിൽ കുറേ സമയം കളഞ്ഞ് ടൈം മാനേജ്മെന്റ് നമ്മളെ സ്ട്രഗിൾ ചെയ്യിക്കും. അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ ആ ടെക്നിക്ക് ഇവിടെയും വെക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നല്ലതാണ്, പക്ഷെ ഇവരൊക്കെ പ്രാക്ടീസിങ് ബാങ്കേഴ്സ് ആണ്, മറ്റ് എല്ലാ പ്രൊഫഷണൽ കോഴ്സും നമ്മുടെ സ്റ്റുഡൻസ് ആണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു ഉദ്യോഗത്തിൽ ഓൾറെഡി ഉള്ളവരാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു കുറച്ച് ഏറെ 1 hour 20 minutes ഡിസ്കഷനുള്ള സ്കോപ്പാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏതായാലും ഇതൊരു വാല്യൂ നോളജ് എൻറിച്ച്മെന്റ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇത് ഇങ്ങനെയാണെങ്കിൽ എന്താണ് ബാങ്കുകൾ ഇപ്പോൾ ഇവരൊക്കെ ഡിസപ്പോയിൻമെന്റ് ആയി മാറുമ്പോൾ എന്താണ് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓൾറെഡി 3-4 ബാങ്കുകൾ ഇപ്പം തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോകുമ്പം CIB വേണമെന്ന് നിർബന്ധിക്കുന്നുണ്ട്. മുന്നോട്ട് അവർ ടേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ബാങ്കുകളിലും അവരും അതിൻ്റെ സാധ്യതകൾ നോക്കുകയാണ്. ഏത് കേഡറിൽ നിന്നാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സാറ് പറഞ്ഞതുപോലെ തീർച്ചയായും മുന്നോട്ട് നിങ്ങൾക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് താല്പര്യപൂർവ്വം പഠിക്കാമെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ നിർബന്ധിതപൂർവ്വം പഠിക്കേണ്ടതായിട്ട് വരുന്നൊരവസ്ഥ ബാങ്കുകാർക്ക് ഉണ്ടാവും. കാരണം പ്രൊമോഷൻസ് ആഗ്രഹിക്കുന്നുണ്ടോ CIB കംപ്ലീറ്റ് ചെയ്യണം. അത് അവർ ആഗ്രഹിക്കുന്ന ആ CIB കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിക്കുകളിലേക്ക് നോക്കാം. തീർച്ചയായിട്ടും നമ്മളോട് ഇവിടെ പഠിക്കാൻ പറയുന്നത് വേറെ നമ്മുടെ മേഖലയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നമുക്ക് കുറേ പണം തന്നിട്ട് ഇവിടെ കുറേ പണം തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ JIBയും CIBയും പാസ്സായി ഒരു 30 കൊല്ലം സർവീസ് ഉള്ള ഒരാൾക്ക് 1 കോടി രൂപയിൽ മേളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും.
1 കോടിയൊന്നും അല്ല. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. റിക്കറിങ് ബെനിഫിറ്റ്സ് നോക്കിയാൽ മതി. ഓരോ 5 കൊല്ലം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പം കിട്ടുന്ന വർധന കൂടെയുള്ള വർധന, ഓരോ വർഷവും നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള നോർമൽ ഇൻക്രിമെന്റിനോട് ഉണ്ടായ വ്യത്യാസം, ഓരോ പ്രൊമോഷൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, ഇത് ഈ പൈസ അഡീഷണൽ ആണെന്ന് കണ്ടുകൊണ്ട് ഇത് റിക്കറിങ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം, അത് മെച്ചൂർ ആകുമ്പോൾ വീണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകുമ്പോൾ എഴുതുന്നില്ല, എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു 35 ഇയേഴ്സ് ഉള്ള ഒരാൾക്ക് 1.5 കോടി രൂപയെങ്കിലും ഈ ഒരു എഫേർട്ടിൽ നിന്ന് കിട്ടും. എന്താണ് ഈ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ? ഈ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഡിഫൈൻ ചെയ്യാം. ഇന്ന് ഡേറ്റ് 22, നമ്മുടെ എക്സാമിന്റെ ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/10 ആണ്. 20/10 ഒക്ടോബർ 20-ാം തീയതി. അവസാനിക്കുന്നതോ 9/11 നവംബർ 11. അതായത് നമ്മുടെ മുമ്പിൽ ഒരു 3.5 മാസം മാക്സിമം, നമ്മുടെ മുമ്പിൽ ഒരു 3.5 മാസം ഉണ്ട്. വെറും ഒരു 3.5 മാസത്തെയും എഫേർട്ട്. ആ 3.5 മാസത്തെ എഫേർട്ട് എങ്ങനെ വേണം? 3.5 മാസം ഇനി ലീവ് ഇടുക, സെബാറ്റിക്കൽ ലീവിനെ കൊടുക്കുക, അവിടെ ഇനി ബാങ്കിൽ പോകണ്ട. പണ്ട് സ്റ്റുഡൻ്റ് ആയിട്ട് എങ്ങനെയായാലും അവരൊക്കെ ജില്ലയിൽ ജയിച്ചു, അതുപോലെ ലീവ്, അങ്ങനെയൊന്നും വേണ്ട. എല്ലാ ബാങ്കിങ് ഡേയ്സിലും നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ദിവസവും നിങ്ങൾക്ക് പോവാം, അതിനൊന്നും വേണ്ട. അതുപോലെ ഒരു 3.5 മാസം CIBക്ക്. അപ്പോൾ ഒരു ലൈഫിൽ, ഒരു ബാങ്കറുടെ ലൈഫിൽ ഒരു 3.5 മാസം വേണ്ട. ഒരു മാർജിനായിട്ട് CIBക്ക് 1 മാസം അധികം കിട്ടും. അതിന് വേണ്ട കുറച്ചുകൂടെ ഒരു ബഹുമാനം നമുക്ക് കൊടുക്കാം. ഒരു പേപ്പറും അധികം ഉണ്ടല്ലോ, വേണമെങ്കിൽ അതൊരു 4.5 മാസം. അപ്പം 3.5 + 4.5 ഒരു 8 മാസത്തെ എഫേർട്ട് മതി നമ്മുടെ ഒരു CIB എന്നുള്ളത് എന്നേക്കുമായിട്ട് നമുക്ക് മതിയാക്കി. പക്ഷെ ഞാൻ ഇന്നും കാണുന്നു, അതായത് വർഷങ്ങളായിട്ട് JIB എഴുതുന്നവർ, വർഷങ്ങളായിട്ട് CIB എഴുതുന്നവർ ഇന്നും ആഗ്രഹം കൊണ്ട് നടക്കുന്നു, പക്ഷെ പഠിക്കാൻ തയ്യാറല്ല, പ്രിപ്പയർ ചെയ്യാൻ തയ്യാറ്, പ്ലാൻഡ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല. ഇവിടെ നമുക്കറിയാം 4 പേപ്പർ പാസ്സാകണം, ഒരു പ്ലാനിങ് വേണം. സിമ്പിൾ, ഒരു ബാങ്കറിന്റെ സിമ്പിൾ ലോജിക്കിൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾ 4 പേപ്പറുള്ള എക്സാമാണ് പാസ്സാകാൻ പോകുന്നത്. 3 പേപ്പർ പാസ്സായാലും നമുക്ക് 3 പേപ്പറിന് 99 വീതം കിട്ടിയാലും 4ാമത്തെ പേപ്പറിന് 45 താന്നാൽ തോറ്റുപോകും. അപ്പം 4 പേപ്പറും ഒരുപോലെ നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒരു അല്പം പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ എങ്ങനെ ഇത് പഠിക്കണം? 4 പേപ്പർ എന്ന് പറയുമ്പോൾ 16 മോഡ്യൂളുണ്ട്. ഒരു പേപ്പറിൽ 4 മോഡ്യൂൾ എന്ന രീതിയിൽ ആവറേജ് 16 മോഡ്യൂളുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്ലാനിങ് വേണം. നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർ യാത്രയ്ക്ക് പോവുകയാണ്. നമ്മൾ വെറുതെ അങ്ങ് ഇറങ്ങുകയല്ലല്ലോ ബാംഗ്ലൂർ യാത്രയ്ക്ക്. ഇവിടുന്ന് ബാംഗ്ലൂർ പോലും ഇപ്പോൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, എത്ര സമയം എടുക്കും, ഏത് മീൻസിലാണ്, എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, അവിടെ ചെന്നാൽ എങ്ങനെ, മറ്റ് സൗകര്യങ്ങൾ, നമ്മുടെ പർപ്പസ്, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു. ഒരു ചെറിയ പ്ലാനിങ്ങുമായിട്ട് നമ്മൾ തുടങ്ങുന്നത് തന്നെ. എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ JIB ടേക്കപ്പ് ചെയ്യുമ്പം നമ്മളൊന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ആഗ്രഹം വേണം. അതിൽ നിന്നാണല്ലോ നമ്മൾ എല്ലാ നേട്ടങ്ങളിലേക്കും എത്തുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് ജോയിൻ ചെയ്തത്. ആഗ്രഹിച്ചു, ജോയിൻ ചെയ്തു, പേയ്മെന്റ് ചെയ്തു, ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തില്ല. ഇനി നമുക്ക് വേണ്ടത് എഫേർട്ടാണ്. ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ പാസ്സായി. എന്താണ് ഫസ്റ്റ് റൗണ്ട്? അതും വലിയൊരു കടമ്പ തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൽ ഇത്തവണ എഴുതാൻ തീരുമാനിക്കുന്നു, ഇത്തവണ നമുക്ക് JIBക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരുപാട് തടസ്സങ്ങളും മറ്റ് ഇതൊക്കെ ഉള്ളപ്പം വേണോ വേണ്ടായോ എന്നുള്ളൊരു ബാങ്കറിന്റെ മനസ്സിൽ ഒരുപാട് വലിയ ചിന്തകളാണ്. പറ്റുമോ? ഇത്രയും തിരക്കുകൾ, പല തലവേദനകൾ, അതിനിടയ്ക്ക് ഇതെല്ലാം പറ്റുമോ? നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം കിടക്കുമ്പോൾ ഇത് നമുക്ക് പറ്റുമോ എന്നുള്ളത്, അതിനെയൊക്കെ അതിജീവിച്ചാണ് നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തത് ഇത്തവണ JIB എന്ന് എഴുതി കളയാം. അതിനുവേണ്ടി ഫീസും അടച്ചു. അതായത് ആദ്യ റൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൗണ്ട് നിങ്ങൾ പാസ്സായി കഴിഞ്ഞു. ഇതൊരു ചെറിയ റൗണ്ടാണെന്ന് ചിന്തിക്കാൻ പാടില്ല, ഇതൊരു വലിയ റൗണ്ട് തന്നെ. നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് പാസ്സായി. ഇനി അടുത്തതാണ് നമ്മൾ ഇതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത്. ആ എഫേർട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 3.5 മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. 2.5 മാസം കൊണ്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മുടെ ക്ലാസ് 29th സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുന്ന് 10-ാം തീയതി വരെ നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു ഡേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20-ാം തീയതി വരെ ഏതാണ്ട് 2.5 മാസം. 2.5 മാസം കൊണ്ട് 2.5 മാസം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. എക്സാം കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു 3.5 മാസത്തിലകം, ഇന്ന് മുതൽ നോക്കിയാൽ 3.5 മാസം. ഈ 3.5 മാസം കൊണ്ട് ഇത് പാസ്സാവുമോ എന്നോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും പാസ്സാവും. കാരണം ഞാൻ ഏതാണ്ട് ഒരു 10-25 സീസണായിട്ട് ഇത് കാണുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും പാസ്സാവും. അത്രയും മതി. അല്ലെങ്കിൽ IBS ഇപ്പോൾ ക്ലാസ് തുടങ്ങണ്ടല്ലോ. ഞങ്ങൾ ഈ ക്ലാസ് ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 29 സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിൽ ഞങ്ങളോടൊപ്പം പ്രയത്നിക്കുന്ന ഏതൊരാൾക്കും അവരെ പാസ്സാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന നല്ല ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയം. അപ്പൊ നമ്മളുടെ വിശ്വാസം, നമ്മളെന്ന് പറഞ്ഞാൽ 13 വർഷമായിട്ട് ഈ മേഖലയിൽ 10,000 50,000 ഒക്കെ ക്രോസ് ചെയ്തു. ഏതാണ്ട് 60,000 അടുത്ത് എത്തിയിരിക്കുന്നു. ആ ഒരു റേഞ്ചിൽ JIB CIB
ക്ലാസ്സുകൾ അത്രയും പേർക്ക് എത്തിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ 3.5 മാസം സഫീഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണു അടച്ച് വിശ്വസിക്കാം ഇത് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം മതിയോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ആൻസർ ചെയ്തു. ഓൾറെഡി ധാരാളം മതി. പിന്നെ നമുക്ക് ഇതിന് പ്ലാൻഡ് എഫേർട്ട് വേണം. 4 പേപ്പർ പാസ്സാവണം, 16 മോഡ്യൂൾ ഉണ്ട്, നമ്മളിത് പാസ്സാവണം. അത് പാസ്സാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് IBSന്റെ ഭാഗത്തും ധാരാളം സപ്പോർട്ടിങ് സിസ്റ്റംസ് നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിനു മുമ്പ് എന്തൊക്കെയാണ് IBSന്റെ സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് തരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമേ സ്വയം ഒന്ന് ചിന്തിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബാങ്ക് നമുക്ക് ഇത്രയധികം ഫണ്ട് തരുന്നത്? അതായത് മുമ്പേ ഞാൻ പറഞ്ഞു 1.5 കോടി രൂപ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബാങ്ക് നമുക്ക് തരുന്നത്? അതിനു മുമ്പ് തൊട്ട് മുമ്പ് എനിക്ക് ഒരു പോയിന്റ് കൂടെ ഓർമ്മിപ്പിക്കാനുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു 3.5 മാസം അഥവാ 4 മാസം തന്നെ ഇരിക്കട്ടെ. 8 മാസമാണല്ലോ നമ്മൾ JIB CIBക്ക് എടുത്തത്. പണ്ടൊക്കെ നമ്മുടെ പല സീനിയർ ബാങ്കേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ 40 വർഷം സർവീസ് ചെയ്തു എന്ന് ബാങ്കേഴ്സ് പറയുന്നു. ഉണ്ട്, ഒരുപാട് പേര് എനിക്ക് പരിചയമുണ്ട്. നമ്മുടെ ഫാക്കൽറ്റീസ് പലരും 40 വർഷം വരെ സർവീസ് ചെയ്തവരുണ്ട്. ഇന്ന് നമ്മൾ 40 എടുക്കണ്ട, ആവറേജ് 35 വർഷം നമ്മൾ ഇന്നത്തെ ഒരു ബാങ്കർക്ക് കിട്ടുന്നു. 35 ഇയേഴ്സ്. ആ 35 ഇയേഴ്സിൽ എത്ര 4 മാസം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു വർഷത്തിൽ 4 മാസം 3 തവണയുണ്ട്. അപ്പോൾ 35 വർഷത്തിൽ 35 ഇൻറ്റു 3 105 4 മാസങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ബാങ്കറിന്റെ കരിയറിൽ 105 4 മാസങ്ങളുണ്ട്. അതിൽ 4 മാസങ്ങൾ മാറ്റിവെക്കുക. 4 മാസങ്ങൾ. ബാക്കി 103 നിങ്ങൾ എന്ത് വായിക്കുമോ? 103 നിങ്ങൾ ചിന്തിക്കേണ്ട, പ്രാക്ടിക്കലി ചിന്തിക്കേണ്ടത് 105 4 മാസങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിൽ വെറും 4 മാസങ്ങൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ JIBയും CIBയെ പറ്റി ചിന്തിച്ചാൽ, അതിനു വേണ്ടിയിട്ട് ടൈം അലോക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ എത്ര ഈസി ആയിട്ട് ഇത് പാസ്സാവും. ഈ ഒരു 103 ആ ഒരു 4 മാസങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ്, റിട്ടയർമെന്റ് ടൈമിൽ കിട്ടുന്ന ബെനിഫിറ്റ്, അതെല്ലാം കഴിഞ്ഞ് ലൈഫ് ലോങ് കിട്ടുന്ന ആ പെൻഷൻ, എല്ലാത്തിലും കിട്ടുന്ന ബെനിഫിറ്റ്. അത് മാത്രമാണോ? പ്രൊമോഷൻസിന് പോകുമ്പം ഗ്രേസ് മാർക്കുകൾ, പിന്നെ ഇന്റർവ്യൂ ചെല്ലുമ്പോൾ അന്നേരം തന്നെ അവർ ഇംപ്രസ് ചെയ്യുക, പല സീനിയോറിറ്റി, എന്തെല്ലാം കാര്യങ്ങൾ. കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്ക് ആ ബാങ്കിൽ നിന്ന് മാത്രമാണോ? ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് പോകുമ്പം ഇപ്പൊ തന്നെ പണ്ടൊക്കെ 5 വർഷം 3 വർഷം സൂപ്പർവൈസറി എക്സ്പീരിയൻസ് ഉള്ള ഓഫീസേഴ്സ് പ്ലസ് CIB ആരും ചോദിച്ചത്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നിങ്ങൾക്കറിയാം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ചോദിച്ചത് 6 വർഷത്തെ ക്ലറിക്കൽ എക്സ്പീരിയൻസും പ്ലസ് CIBയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ 2ലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലാറ്ററൽ എൻട്രി. അപ്പോൾ നിങ്ങൾ കരിയർ പ്രോഗ്രഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, വിത്തിൻ ദി ബാങ്ക് അല്ലെങ്കിൽ മറ്റു ബാങ്കിലേക്ക് ഫാസ്റ്റ് ആയിട്ട് ഓടി പോകണം എങ്കിലും എല്ലാ നേട്ടങ്ങളും കൊണ്ട് തരുന്നതാണ് ഈ CIB. അപ്പോൾ കരിയർ പ്രോസ്പെക്ട്സ് ഗംഭീരം. 3, നമ്മൾ നമ്മുടെ ഒരു നല്ല ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്, ഇരുന്നുള്ള ജോലിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റും ഇരിക്കുന്നവർക്കെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മൾ അത് വളരെ കാഷ്വലായിട്ട് ഇടപെടുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർക്ക് പ്ലേസിൽ CIB കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട് നമ്മുടെ കൂടെ ഉള്ളവരിൽ നിന്നും. ഈവൻ മാനേജർ ഒരു ക്ലർക്കിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അതായത് CIB കംപ്ലീറ്റ് ചെയ്തു കേട്ടോ, അത് നമ്മുടെ ബാങ്കൊക്കെ ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇൻക്ലിനേഷൻ കാണിച്ച വ്യക്തിയാണ്. അപ്പൊ ആ ഒരു CIBക്ക് നമ്മുടെ ഒരു വാല്യൂ മാത്രമല്ല, ഒരു സ്കെയിൽ 1ലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഒപ്പിനകത്ത് CIB എന്ന് വ്യക്തമായിട്ട് നമ്മൾ വളരെ പ്രൗഡായിട്ട്. ഞാൻ ഈയിടെയും കണ്ടു ഒരു ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അദ്ദേഹം ഒരു ബാങ്കിന് ED ആയിട്ട് ചാർജ് എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എടുത്തു പറഞ്ഞത് IIBFന്റെ CIB ഹോൾഡറാണ് വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് 2 കൊല്ലം മുമ്പ് ഞാൻ വീണ്ടും ഒരു മലയാളി ഒരാൾ ഇതുപോലെ ഈ പോസ്റ്റിലേക്ക് വന്നപ്പോൾ അവിടെയും ഞാൻ മലയാള പത്രത്തിൽ വന്ന് ഞാൻ ആ സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഒരു 1.5 years ബാക്ക് ആണെന്ന് തോന്നുന്നു. അവിടെയും അദ്ദേഹം വളരെ പ്രൗഡായിട്ട് പറഞ്ഞത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസിന്റെ ഒരു സർട്ടിഫൈഡ് അസോസിയേറ്റ് ആണ്, CIB ആണ് ആ എടുത്തു പറഞ്ഞ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ക്വാളിഫിക്കേഷൻ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അനിവാര്യമാണ്. അതാണ് നിങ്ങളെ ഒരു കംപ്ലീറ്റ് ബാങ്കർ ആക്കുന്നത്. അത് നമ്മൾ എന്തായാലും നേടി. പ്രൊമോഷന് പോകുന്നോ വേണ്ടായോ എന്നുള്ളതല്ല, അത് നിർബന്ധമായിട്ടും വേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞൊരു തിയറി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കരിയറിൽ 105 4 മാസങ്ങളുണ്ടെങ്കിൽ അതിൽ 4 മാസങ്ങൾ, വെറും 4 മാസങ്ങൾ നമ്മൾ കുറച്ച് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. നമുക്ക് പണ്ടേ അറിയാം, നോ പെയിൻ നോ ഗെയിൻ അല്ലേ? നമുക്കൊരു എഫേർട്ട് എടുക്കാതെ നമ്മളൊന്നും എത്താൻ പോകുന്നില്ല.
നമ്മൾ തീർച്ചയായിട്ടും ഒന്നും നേടാൻ പോകുന്നില്ല. എവിടെയും എഫേർട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഇവിടെ വേണം. ഞാൻ പറഞ്ഞു വന്ന ഇടയ്ക്ക് ഒരു പോയിന്റ്, തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റ് എവിടെയോ എനിക്കൊന്ന് മിസ്സായി. കാരണം ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് യെസ് നിങ്ങളുടെ ബാങ്കുകൾ ഇനി നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാം. ഈ ക്ലാസ്സസ് ഒക്കെ തുടങ്ങി ഇന്നിപ്പോൾ ഇത് ഇങ്ങനൊരു ഓറിയന്റേഷൻ സെഷൻ വെക്കുന്നത് ഇതൊക്കെ ഈ ഓറിയന്റേഷൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അതിൻ്റെ ഇത് ലിങ്ക് വാങ്ങി വെച്ചേക്കണം. ഇടയ്ക്കൊക്കെ നോക്കുന്നത് നല്ലതാണ്. കാരണം ഇന്നത്തെ ഈ ഓപ്പണിംഗ് സെഷനിൽ നമ്മൾ എത്ര ഫാക്കൽറ്റിയാണ് വന്നത്, എത്ര കാര്യമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്, എത്ര പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്, എന്താണ് ഇതിൻ്റെ ഗുണങ്ങളെന്നും നിങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ജയിക്കാൻ നിങ്ങളെ ജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വ്യഗ്രതയോടെയുള്ള ഫാക്കൽറ്റീസ്. ഇന്ന് നമ്മൾ ഇതെല്ലാം ഒരു ഓറിയന്റേഷൻ വെക്കുന്നത് എല്ലാം അതിൻ്റെ ഒരു പർപ്പസ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കാൻ, ഇന്ന് ആലോചിക്കാൻ വേണ്ടി ചില പോയിന്റ്സ് ആണ്. ആദ്യമേ തന്നെ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ബാങ്കിൽ നിന്നും ഒരാളും JIBക്കും CIBക്കും എന്താ പറയുന്നത് ഇൻക്രിമെന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പിണങ്ങി ആരും ബാങ്കിൽ നിന്ന് പോയിട്ടില്ല. അത് ബാങ്കിന് നന്നായിട്ട് അറിയാം, നിങ്ങൾക്കും അറിയാം. ഒരു ബാങ്കിൽ നിന്നും JIBക്ക് ഇൻക്രിമെന്റ് തരുന്നില്ല, CIBക്ക് ഇൻക്രിമെന്റ് തരുന്നില്ല, ഞാൻ ബാങ്കിങ് പണി നിർത്തുകയാണ്, എനിക്ക് വേണ്ട ഇത് എന്ന് പറഞ്ഞ് ആരും തന്നെ ബാങ്കുകളിൽ നിന്ന് പോയിട്ടില്ല. എന്നിട്ടും ബാങ്ക് കോടിക്കണക്കിന് രൂപ തരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ബാങ്ക് നമുക്ക് കോടിക്കണക്കിന് രൂപ തരുന്നത്? നിങ്ങൾ അവരെ ഇട്ടിച്ച് പോകില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ബാങ്ക് എന്തിനു വേണ്ടി ഇത് തരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുമ്പോൾ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ബാങ്ക് തീർച്ചയായിട്ടും നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. അത് ബാങ്കിന് വേണ്ടിയിട്ട് മാത്രമല്ല, ബാങ്കിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബാങ്കിന്റെ ഉദ്യോഗസ്ഥരായ നിങ്ങൾ ബാങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അത്തരം ബാങ്കേഴ്സ് ആണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുവഴിയാണ് ബാങ്കിന് ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. കാരണം ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് കാണേണ്ടത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നോളജ്ഫുൾ ആയിട്ടുള്ള ബാങ്കറെയാണ്. അതാണ് ആ കസ്റ്റമറിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതാണ് ആ കസ്റ്റമർക്ക് അവിടെ ക്ലയൻ്റ് ആയിട്ട് തുടരാനും ഒക്കെയുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയീസ് ആയി, പെർമനന്റ് എംപ്ലോയീസ് ആയി. അപ്പൊ ഇനി നിങ്ങളെ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാങ്കിന് ചെയ്യാവുന്ന മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ മോട്ടിവേഷനാണ് ഈ ഇൻക്രിമെന്റ്സ്. അപ്പൊ ബാങ്ക് ഇത്ര കോടി രൂപ നമുക്ക് വേണ്ടി മുടക്കുമ്പോൾ, ഏത് പ്രൊമോഷൻ ചെല്ലുമ്പോഴും 2 കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ, ബാക്കി എല്ലാ സപ്പോർട്ടും നമുക്ക് ബാങ്ക് തരുമ്പോൾ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ വേണ്ടതിലേക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണിത്? അതായത് ഡേ ടു ഡേ ബാങ്കിങ്ങിൽ നിങ്ങൾക്ക് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ നോളജും എത്തിക്കുന്നതാണ് JIBയുടെ നമ്മുടെ 4 പേപ്പേഴ്സ്. പേപ്പർ 1 ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്. പേപ്പർ 2 പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ആണ്. പേപ്പർ 3 അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫോർ ബാങ്കേഴ്സ് ആണ്. പേപ്പർ 4 റീറ്റെയിൽ ബാങ്കിങ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ്. ഡേ ടു ഡേ ബാങ്കിങ്ങിൽ നിങ്ങളെ വളരെയേറെ സഹായിക്കുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നോളജ് എൻറിച്ച്മെന്റിന്റെ ഒരു ഡേ ടു ഡേ ബാങ്കിങ്ങിലുള്ള ടോപ്പിക്കുകളാണ് JIB. CIBയിലോട്ട് വരുമ്പോഴോ, കാരണം ഇന്നത്തെ നിങ്ങളാണ് നാളെ ബാങ്കിനെ നയിക്കേണ്ടവർ. ഒരു CEO മാറുന്നു, അല്ലെങ്കിൽ ED മാറി റിട്ടയർഡ് ആയി പോകുമ്പോൾ മുന്നോട്ട് നിങ്ങൾ പോകേണ്ടവരാണ്. അപ്പൊ നാളത്തെ ബാങ്കിനെ നയിക്കേണ്ട ഒരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സീനിയർ കേഡറിലേക്കുള്ള ബാങ്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CIBയുടെ ടോപ്പിക്കുകൾ അവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. CIBയുടെ ടോപ്പിക്. അപ്പൊ JIBയുടെ ടോപ്പിക് ഏത് ബാങ്കേഴ്സിനും വേണം. നമ്മൾ പലപ്പോഴും ബാങ്കിൽ നിന്ന് പറയും ഭയങ്കര ടെൻഷനാണ്, ബാങ്ക് ജോലി ഭയങ്കര ഹെക്റ്റിക് ആണെന്ന് പറയും. അത് നല്ലൊരു പങ്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ബാങ്കിൽ നിന്ന് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ പറ്റി ധാരണയില്ലായ്മയാണ്. നമുക്ക് കൃത്യമായ ധാരണയില്ല. നമുക്ക് തന്നെ നമ്മളൊരു യാത്ര പോകുന്നു, ഇപ്പൊ ഗൂഗിളൊക്കെ ഉണ്ട്. പണ്ട് ഗൂഗിൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു 25 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ തന്നെ 10 അടുത്ത് നമ്മൾ വണ്ടി നിർത്തി പലരോടും ചോദിച്ചാൽ പോകണ്ട, ഒരുപാട് സമയം പോകുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ബാങ്കിങ് പ്രൊസീജിയേഴ്സും ഈ പറയുന്ന ടോപ്പിക്സുകളൊക്കെ നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതായത് നിങ്ങളുടെ ആരോഗ്യവും ബാങ്കിന് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ റെപ്യൂട്ടേഷനും ബാങ്കിന്റെ റെപ്യൂട്ടേഷനും എല്ലാം ബാങ്കിന് ഇമ്പോർട്ടൻ്റ്. അപ്പം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൈം മോർണിംഗ് 9:30 to 5:30 എങ്കിലും സ്പെൻഡ് ചെയ്യുന്ന ബാങ്കിൽ, ആ ഏറ്റവും പ്രൈം ടൈം സ്പെൻഡ് ചെയ്യുന്ന ബാങ്ക് അത് സന്തോഷകരമായി മാറ്റുക, ടെൻഷൻ നിറഞ്ഞതാകാതെ അതിനെ വളരെ ലാഘവം മീൻസ് അതിനെ ഒരു സാധാരണത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്
അതുവഴി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നൊക്കെയുള്ള മൾട്ടിപ്പിൾ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ JIB എന്ന ടോപ്പിക് വളരെയധികം ഇതോടുകൂടി അവർ നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ 1 കോടി രൂപയൊക്കെ തരുന്നു, 1.5 കോടി രൂപ തന്നിട്ട് നമ്മളോട് പഠിക്കാൻ പറയുന്നത് ഫിസിക്സോ കെമിസ്ട്രിയോ ജോഗ്രഫിയോ ഹിസ്റ്ററിയോ ഒന്നുമല്ല, നമുക്ക് ആവശ്യമില്ലാത്തതല്ല. നമ്മുടെ വർക്ക് പ്ലേസിൽ വീണ്ടും നമ്മളെ ശക്തരാക്കുന്ന, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന, നമ്മൾക്ക് എല്ലാ ആശ്വാസവും തരുന്ന, കോൺഫിഡൻസ് തരുന്ന ഈ ടോപ്പിക്കുകളാണ് നമുക്ക് പൈസ വേറെ എവിടെയുണ്ട്. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ മറ്റു ഒരു ഓർഗനൈസേഷനും ഇത്രയധികം ഫണ്ട് മുടക്കി ഒരു കോഴ്സ് അവരുടെ ആൾക്കാരെ പഠിപ്പിക്കുന്നില്ല. ഇത്രയധികം ഇത് മുടക്കി. ഇപ്പൊ തന്നെ KFC പറഞ്ഞു CIB പാസ്സായാൽ മാനേജറിയൽ പോസ്റ്റിലേക്ക് എടുക്കും, അവർക്ക് എൻറോൾ ചെയ്യാം, ക്വാളിഫൈഡ് ആവും. പക്ഷേ അവർ കൊടുക്കുന്ന 3000 into 3 years ആണ്, 3000 വെച്ച് 3 വർഷം, അതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിന്റെ ഇമ്പാക്റ്റ് പോയി. പക്ഷെ ബാങ്കിൽ നോക്കിയാൽ ഒരിക്കൽ JIB കഴിഞ്ഞു, CIB ലൈഫ് ലോങ് അതിന്റെ ബെനിഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത്രയധികം എമൗണ്ട് ബാങ്കിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ അത് എന്താണോ ബാങ്ക് ആഗ്രഹിക്കുന്നത് അത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തീർച്ചയായും വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, JIB പഠിക്കാനുള്ള എളുപ്പമാർഗം എന്താ, പാസ്സാകാനുള്ള എളുപ്പമാർഗം എന്താണ് എന്ന് എന്നോട് ചോദിച്ച ഒറ്റ ഈസി മെത്തേഡ്, നന്നായിട്ട് എഫേർട്ട് എടുക്കുക എന്ന് തന്നെ എന്ന് ആദ്യം പറയുമ്പോഴും ഒരു JIB എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ടെൻഷൻ. നമ്മൾ ഇതിനെ എക്സാം എഴുതുന്നതിന് വേണ്ടി അങ്ങ് മറക്കുക. നമുക്ക് വേണമെങ്കിൽ ഒക്ടോബറിൽ എഴുതാം, അല്ലെങ്കിൽ അടുത്ത തവണ എഴുതാം, പോട്ടെ. പക്ഷേ നമുക്ക് ഇത്രയധികം ഫണ്ട് തന്നെ നമ്മൾ ഇത് പഠിപ്പിക്കാൻ പറയുന്ന ബാങ്ക്, നിങ്ങളുടെയൊക്കെ ബാങ്ക് വളരെ മൈറ്റി ബാങ്ക് അല്ലേ, അത്രയും ഇതുള്ള ബാങ്കുകൾ അവർക്ക് മണ്ടത്തരം പറ്റാൻ സാധ്യതയില്ല. എന്തെങ്കിലും പർപ്പസ് ഓറിയന്റഡ് തന്നെയാണ്, ആയിക്കോട്ടെ. അപ്പൊ ബാങ്ക് നമ്മളോട് പറയുന്നു ഇത് പ്രിപ്പയർ ചെയ്യാൻ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ സബ്ജക്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. ഈ സബ്ജക്റ്റ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകണ്ട, പരീക്ഷ എഴുതുന്ന കാര്യം വിട്ടേക്ക്. നിങ്ങൾ ഈ സബ്ജക്റ്റ് ഒന്ന് പഠിക്കുക. കാരണം ഇത്രയും വലിയ ബാങ്കുകൾ പറയുന്നില്ലേ നിങ്ങളിത് പഠിച്ചാൽ കൊള്ളാം, നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ നമ്മൾ അതൊന്ന് കേട്ടുകൊണ്ട്, നമ്മൾ അങ്ങനെയല്ലേ നമ്മുടെ കുട്ടികളോട് പറയുന്നത്, മോനെ നീ അതങ്ങനെ ചെയ്യ്, മോളെ എങ്ങനെ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? അതിൽ പല ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. അത് മനസ്സിലാക്കി ഫോളോ ചെയ്യുന്ന കുട്ടികൾ അതിൻ്റെ ബെനിഫിറ്റിലേക്ക് അവരെന്നും ഉയർന്നു വരും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ ജോലി എന്താണ്, ഈ സബ്ജക്റ്റുകൾ ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക ഈ ഒരു ടൈം പീരീഡിൽ. ഇത് കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും തിരിഞ്ഞു നോക്കില്ല. അപ്പൊ നമ്മളിത് മനസ്സിലാക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് നമ്മൾ അപ്പൊ എനിക്ക് പറയാനുള്ളത്, JIB എക്സാമിന് വേണ്ടി പഠിക്കരുത്, അത് ബുദ്ധിമുട്ടാണ്. ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന എപ്പോഴും ടെൻഷനും ഭയങ്കര ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിക്കേ, ഇതെന്താണ് ഈ ഇന്ത്യൻ എക്കണോമിക്സ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ളത്, എന്താണ് പ്രിൻസിപ്പിൾസ് ആൻഡ് പലതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന്, ബാങ്കിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളല്ലേ, ഒന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഒന്ന് തിയററ്റിക്കലി സ്ട്രോങ് ആകാം. നിങ്ങളൊക്കെ പ്രാക്ടിക്കലി സൗണ്ട് ആണ്, നിങ്ങൾ കുറച്ച് തിയററ്റിക്കലി കൂടെ സ്ട്രോങ് ആകാം. അതാണ് നമ്മൾ തിയറിറ്റിക്കലി കൂടെ ഒന്ന് സ്ട്രോങ് ആകാം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ 3 മാസം കൊണ്ട് നമുക്കിത് പാസ്സാകാം. ഒരു തീരുമാനം എടുക്കൂ. നിങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ 103 4 മാസം നിങ്ങൾക്കുണ്ട്, എന്തിനും ആകാം. ഈ ഒരു 3.5 മാസം നമുക്ക് ബാങ്കിലും പോകാം, നമ്മുടെ വീട്ടുകാര്യങ്ങളിൽ ഏർപ്പെടാം. പക്ഷെ മൂന്നാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് JIB എന്നുള്ളത് മനസ്സിൽ കാണാം. നമ്മൾ JIB എന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് 4 പേപ്പറുള്ള എക്സാമാണ്. കുറച്ച് പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് നീങ്ങണം, കുറച്ച് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, കുറച്ച് ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തുള്ള അഡ്വാൻറ്റേജ് എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് പണ്ടേ അറിയാം, സ്കൂളിലൊക്കെ നമ്മൾ ആദ്യം പഠിപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ ബുക്ക് വായിക്കുന്നു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ബുക്ക് വായിച്ചു പോകാം, പെട്ടെന്ന് വായിച്ചു. അല്ല, ബുക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ഒരു പേജ് വായിച്ച് അവിടെ കിടന്ന് ഉറങ്ങുമെന്നല്ലാതെ അതെന്താന്ന് പോലും മനസ്സിലാവില്ല. മാത്രമല്ല, ഒരു പേജ് വായിക്കുക 10 ഡൗട്ട് വന്നാൽ നിങ്ങൾ ആരോട് ചോദിക്കാനാണ്? ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ PPTയും ഒക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞ് നമ്മുടെ മെറ്റീരിയലും വായിക്കുമ്പം നമുക്ക് 10 ഡൗട്ടിന്റെ സ്ഥാനത്ത് 2 ഡൗട്ടേ ഉണ്ടാവുള്ളൂ. ആ 2 ഡൗട്ട് ചോദിക്കാൻ നിങ്ങളുടെ ഫാക്കൽറ്റിയും അവൈലബിൾ ആണ്. അപ്പൊ അതാണ് അതിന്റെ മെച്ചം. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ തന്നെ 2 രീതിയിലുണ്ട്. നമ്മൾ മുമ്പേ ഫാക്കൽറ്റി പറഞ്ഞതുപോലെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഞങ്ങളുടെ ധാരാളം റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. ഞങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഓഫർ ചെയ്യാവുന്നതാണ്. പക്ഷേ വളരെ കാര്യമായിട്ട് പറയട്ടെ, ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ റിയൽ ടൈം ഇരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സീരിയസോടുകൂടിയാണ് ഇരിക്കുക. ഇപ്പം തന്നെ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്.
പക്ഷെ അത് നമ്മുടെ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ തന്നാലോ, ഈ ടൈമിനുള്ളിൽ ഒരു 10 പ്രാവശ്യം 10 വ്യത്യസ്തങ്ങളായ പരിപാടികൾ വേണം ഏർപ്പെടും. ഒരു ഫോക്കസും ഉണ്ടാവില്ല, ശ്രദ്ധയോടുകൂടി നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ ആ കൊടുക്കുന്ന ലിമിറ്റഡ് കോൺസെൻട്രേഷൻ, അതിന്റെ റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറച്ച് ഡിസിപ്ലിൻഡ് ആകും ഈ ഒരു പ്രോസസ്സിൽ. നമ്മുടെ ഈ ക്ലാസ്സുകൾ മോർണിംഗ് ഈവനിങ് ടൈമിലുള്ള ബാച്ചുകളുണ്ട്. ആ ടൈമിൽ നിങ്ങൾ ആ ടൈം ഒന്ന് അലോക്കേറ്റ് ചെയ്യും, ഇതിനു വേണ്ടി കുറച്ച് ടൈം അലോക്കേറ്റ് ചെയ്യും. ഞാൻ കാണുന്നത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ കാണുന്നത്, JIBക്കും CIBക്കും കാൻഡിഡേറ്റ് ജോയിൻ ചെയ്താൽ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനുള്ള വേസ് തിരയുന്നതിന് പകരം അത് എങ്ങനെ ഒഴിവാക്കാം, അതെങ്ങനെ തോക്കാം എന്നുള്ള എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നതാണ് പലപ്പോഴും ഞാൻ കാണുന്നത്. അതായത് ആ ഒരു ഇത് തോൽക്കാനുള്ള എക്സ്ക്യൂസ് എന്താണ്, പ്രിപ്പയർ ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസ് എന്താണെന്നാണ് നോക്കുന്നത്. നമ്മൾ എക്സ്ക്യൂസിന്റെ പുറത്ത് പോകണ്ട. കാരണം നമ്മൾ അവിടെ എക്സാമിന് കൃത്യമായി കാര്യങ്ങൾ എഴുതിയാലേ നമ്മൾ ജയിക്കുള്ളൂ. നമ്മുടെ ബാങ്ക് പോലും ഇന്റേണൽ പ്രൊമോഷന് കാര്യമായി പ്രിപ്പയർ ചെയ്തില്ല, അവരവരുടെ ബാങ്ക് പോലും പാസ്സാക്കിയില്ല, പിന്നെ എങ്ങനെ IIBF പാസ്സാക്കുന്ന ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റി? സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ നമ്മൾ പോകണം. അപ്പോൾ നമുക്ക് ഇത്തവണ ജയിക്കണമെന്ന് തീരുമാനമെടുത്ത്, ഞാൻ മുമ്പേ പറഞ്ഞ ചില ഐ ഓപ്പണേഴ്സ് നിങ്ങളുടെ തിരക്കിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ 2 മാസം 2 തവണകൾ 105 സ്പേസ് ഉള്ള 2 സ്പേസ് മാത്രം നിങ്ങൾ ഇതിന്, അവിടെയും നിങ്ങൾ ബാങ്കിൽ പൊയ്ക്കോളൂ. നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ ആയിക്കോട്ടെ, കുറച്ച്, അതായത് ചില സൺഡേസ് വരുന്നു, നമ്മൾ കുറച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നു. നമ്മൾ സാധാരണ ഒരു 3 മാസങ്ങൾ, ഈ 3 മാസം നമ്മൾ എത്രയോ യാത്രകളും എന്തെല്ലാം ഫംഗ്ഷനുകളും എന്തെല്ലാം കാര്യങ്ങൾ ഏർപ്പെടുന്നവരാണ്. നമുക്ക് ഈ ഒരു 3 മാസം കുറച്ചൊരു ലിമിറ്റ് ചെയ്യാം. കാരണം നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന, നമ്മൾ മാത്രമല്ല നമ്മുടെ ബാങ്കും ആഗ്രഹിക്കുന്ന, നമുക്ക് ഒരുപാട് നേട്ടങ്ങളുള്ള ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ പോയാൽ ഇത്തവണ JIB നമുക്ക് പാസ്സാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തരുന്ന സപ്പോർട്ടുകൾ, ഒന്ന് ലൈവ് ക്ലാസ്സുകളാണ്. ലൈവ് ക്ലാസ്സുകൾ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിയെ കൊണ്ട്, അവർക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് IBSലുള്ള, വളരെ വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരുടെ ലൈവ് ക്ലാസ്സുകൾ 1.5 മണിക്കൂർ നമ്മളൊന്ന് ആഗ്രഹിച്ചിരിക്കാമെങ്കിൽ അത് വലിയ നേട്ടമായിരിക്കും. കാരണം എത്ര കാര്യങ്ങളായിരിക്കും മനസ്സിലാക്കുക. പാസ്സായിട്ടുള്ള പലരും, നല്ല മാർക്കുണ്ട് പലരും ഇന്നും IBSനെ വളരെ 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 ഇതായിട്ട് ഓർക്കുന്നു. കാരണം അവരുടെയൊക്കെ മെസ്സേജുകൾ ആവശ്യം പോലെ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഗുരുപൂർണിമ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു അപ്പൊ ഒരുപാട് പേര് നമ്മളിലേക്ക് ഇറങ്ങും. കാരണം എന്തെല്ലാം നേട്ടങ്ങൾ ആ ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്താൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് വളരെ വലുത്. അപ്പൊ നോളജ് എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ട് ഒരു 3 മാസം, അത് നമ്മുടെ വൈകുന്നേരം 1.5 മണിക്കൂർ, അഥവാ മോർണിംഗ് സെഷൻ ആണെങ്കിൽ 1.5 മണിക്കൂർ, ഈ 1.5 മണിക്കൂർ വീതം ആഴ്ചയിൽ 5 ദിവസം നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ മാറ്റിവെക്കുക. എക്സാം വളരെ ക്ലോസ് ആയതുകൊണ്ട് ചില ഹോളിഡേയ്സിലും ചിലപ്പോൾ ക്ലാസ് എടുക്കേണ്ടത് വരും, അത് നിങ്ങളെ അറിയിക്കും. അപ്പോൾ ആ ടൈം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് ഈ ഒരു 3-3.5 മാസം കുറച്ച് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ നമ്മൾ JIBക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. IBS ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. അത് ക്ലാസ് എടുക്കുന്നത് വളരെ എമിനൻ്റ് ആയിട്ടുള്ള വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, അതാത് സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ ശരിക്കും താല്പര്യമുള്ള വ്യക്തികളാണ്. അതാത് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ഞാൻ എപ്പോഴും എല്ലാ ഫാക്കൽറ്റിയോടും ചോദിക്കുന്നത്, നിങ്ങൾ ക്ലാസ് എടുക്കാൻ ദി ടോപ്പിക് വിച്ച് യു ലവ് ടു ഹാൻഡിൽ എന്നാണ് പറയാറുള്ളത്. അല്ലാതെ ഈ ടോപ്പിക് ഒന്ന് നോക്കി പഠിപ്പിക്കാമോ എന്നാണ് ചോദിക്കാറില്ല. നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആ ടോപ്പിക്കുകൾ മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ക്ലാസ്സുകൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചില സമയം ബാങ്കേഴ്സ് ആണ്, ചില ക്ലാസ്സുകൾ മിസ്സാകാം. അപ്പൊ അങ്ങനെ മിസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ടിവിറ്റി നഷ്ടപ്പെടാതിരിക്കാനും, അപ്പൊ അത് വീണ്ടും ഒന്നുകൂടെ കേൾക്കാനും, ചില ടോപ്പിക്കുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അപ്പൊ ഒന്നും കൂടെ കേൾക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാനും വേണ്ടി, ഒരിക്കലും ലൈവ് ക്ലാസ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ലൈവ് ക്ലാസ്സിൽ കേൾക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ചില ഫോണുകൾ വന്നിരിക്കാം, ചിലപ്പോൾ കണ്ടിന്യൂസ് ഇരിക്കാം, ചില പറ്റിയില്ലെന്ന് വരാം, ചില ക്ലാസ്സുകൾ മിസ്സാകാം, ചിലത് പറഞ്ഞത് നമുക്ക് ക്ലിയർ ആയില്ലെന്നിരിക്കാം. അപ്പൊ ഇതിനൊക്കെ വേണ്ടി വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റെക്കോർഡഡ് വീഡിയോസ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ആ റെക്കോർഡഡ് വീഡിയോസ് ആ തരത്തിൽ ഉപയോഗിക്കുക. അത് വീണ്ടും ആ റെക്കോർഡഡ് വീഡിയോസ് തീർച്ചയായിട്ടും നോട്ട്സ്, ഒപ്പം തന്നെ ക്ലാസ്സിന് വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബുക്കും പേനയുമായിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല പ്രാക്ടീസ് ആയിരിക്കും. കാരണം നമ്മൾ തന്നെ നമ്മളതിനെ സീരിയസ് ആയിട്ട് കാണുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടേണ്ട ഒരാവശ്യമാണ്. പിന്നീടുള്ള നമ്മുടെ PPTs ആണ്. നമ്മുടെ ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്യുന്ന PPTs നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. IBSന്റെ ആപ്പ് ഉണ്ട്, ആപ്പിലും അത് അപ്ഡേറ്റഡ് ആയിരിക്കും. ഇത് കൂടാതെ പിന്നെ ഞങ്ങൾ തരുന്ന നോട്ട്സ് ആണ്. IBSന്റെ നോട്ട്സ് ടെക്സ്റ്റ് ബുക്കിന് ഏതാണ്ട് 1/3 ആയിട്ട് വരുന്ന ഈ നോട്ട്സ് വളരെ ക്രിസ്പായിട്ടുള്ള നോട്ട്സ് ആണ്. അപ്പൊ ഈ നോട്ടിൽ കൂടി ടെക്സ്റ്റിന്റെ ഓൾമോസ്റ്റ് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള 75% അതിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഈ 1/3 ഉള്ള ടോപ്പിക്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് വിശ്വസിക്കാം. ധാരാളം ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടും.
പിന്നെ എക്സാമിന് മുമ്പ് നമ്മൾ 1.5 മാസം മോക്ക് ടെസ്റ്റുകളുണ്ട്. ആ മോക്ക് ടെസ്റ്റുകൾ IPS വിഗ്യാൻ ആപ്പിൽ നിങ്ങൾക്ക് ഒരു ID പാസ്വേഡ് വഴി നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതും നിങ്ങൾക്ക് ധാരാളം അത് പ്രിപ്പയർ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായ സീരിയസ് സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് IBSലുള്ളത്. ഇതെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ചിലരൊക്കെ ചോദിക്കും മാക്മില്ലൻ്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങണോ എന്ന്. തീർച്ചയായിട്ടും ഒരു മാക്മില്ലൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വാങ്ങി വെക്കാം. കാരണം നമ്മൾ ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് IIBFൻ്റെ ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്കൊരു ബലം തന്നെയായിരിക്കും. ഒരു റെഫറൻസ് പെട്ടെന്ന് വേണം. IIBFൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ വ്യത്യാസം എന്താ? എപ്പോഴും ഏതൊരു ഓർഗനൈസേഷനും ഒരു റെഫറൻസ് ബുക്ക് ഇറക്കുമ്പോൾ അത് 2 പർപ്പസ് ഉണ്ട്. ഒന്ന് എക്സാമിന് വേണ്ടിയിട്ടുള്ളതും ഒന്ന് കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള നോളജ് എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ IIBFൻ്റെ റെഫറൻസ് ബുക്ക് ശരിക്കും നമ്മുടെ ജെയിംസ് സാർ ഒരു ബൈബിൾ എന്നുള്ള രീതി തന്നെ അതിനെ തീർച്ചയായിട്ടും കാണാൻ പറ്റും. നമുക്കൊരു ഒരു എപ്പോൾ വേണ്ട റെഡി റെക്കണർ ഒരു റെഫറൻസ് ബുക്കായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സമയത്തെ ഇത് നമുക്ക് വായിക്കാൻ പറ്റും. നമ്മൾ JIB എങ്ങാനും എളുപ്പത്തിന് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. നമുക്ക് കിട്ടേണ്ട വാല്യുബിൾ ആയിട്ടുള്ള എത്രയോ നോളജാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 3.5 മാസത്തിനിടയ്ക്ക് ഇൻക്ലൂഡിങ് എക്സാമാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒക്കെ വാങ്ങി വെക്കാം. കുറച്ച് അഡീഷണൽ റീഡിങ്ങിന് എങ്ങോ പലർക്കും നിലച്ച ഒരു ഇതുണ്ട്, എന്താ പഠനം ഒന്ന് സ്റ്റോപ്പായി. അപ്പോൾ പഠനം അന്നേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബാങ്കിങ് മുമ്പ് കുറച്ചും കൂടെ 2 വർഷം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ റേഞ്ച് ഇപ്പോഴും ഇതിനേക്കാൾ വലുതായേനെ. അപ്പോൾ പഠനം നമുക്ക് എന്തായാലും നമ്മളെ സ്ട്രെങ്തൻ ചെയ്യും, നമ്മളെ എംപവർ ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മളെ ഒന്ന് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഇതെന്ന് നമ്മൾ കാണുക. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ടോടെ ഉണ്ടാവും. ഈ ക്ലാസ് തുടങ്ങിയ ഒരു സമയത്ത് ഞങ്ങൾ ഇതിനെ ഇന്റർഫിയർ ചെയ്യാൻ വരില്ല. ഇന്ന് വളരെ അധികം സമയം നമ്മൾ സംസാരിക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഇനി ക്ലാസ് തുടങ്ങുന്ന സമയത്തും ഇതുപോലുള്ള മോട്ടിവേഷനും ഗൈഡൻസും ഒക്കെ ഉണ്ടാവും. ഒന്നും ഉണ്ടാവില്ല. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഫാക്കൽറ്റി ആയി നിങ്ങളായി ആ സ്പേസ് ഞങ്ങൾ ഒരിക്കലും, അത് പ്രത്യേകിച്ച് ഞാനൊന്നും ഒരിക്കലും പിന്നീട് അങ്ങോട്ട് വരും. അതായത് ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊന്ന് എൻട്രി ചെയ്യുന്നതല്ലാതെ ഒന്നും ഇടപെടാറില്ല. ഫാക്കൽറ്റീസ് ആയാലും അവരവരുടെ ടോപ്പിക്ക് മെയിൻലി 1.5 മണിക്കൂർ ക്ലാസ്സിൽ 1.25 മണിക്കൂർ ക്ലാസ് എടുക്കുകയും 15 മിനിറ്റ് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നോർമൽ കോഴ്സിൽ വെക്കുകയും ചില സമയത്ത് ഫാക്കൽറ്റീസ് നേരത്തെ തന്നെ എത്തുകയും അല്പം വേണ്ട എക്സ്റ്റൻഡ് ടൈമിൽ നിൽക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടോടു കൂടിയുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. വാട്സപ്പിൽ ഡിസ്കഷനെ എൻകറേജ് ചെയ്യാൻ നിങ്ങളും വേണം. നിങ്ങളുടെ താല്പര്യം വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പാണ്, ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വളരെ എന്താ പറയുന്നത് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾ ബാങ്കേഴ്സാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ടീമാണ്. അപ്പം നിങ്ങളെല്ലാവരും ചേർന്നിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് നോളജ് എൻറിച്ച്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യാനും നിങ്ങളും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റി എക്സലൻ്റ് ആയിട്ട് നിങ്ങളെ സപ്ലിമെൻ്റ് ചെയ്യും. അതുവഴി നിങ്ങൾ നോളജ് എൻറിച്ച്മെൻ്റ് അല്ല, നിങ്ങൾ ഈസി ആയിട്ടൊരു 75, ഇന്നും കഴിഞ്ഞ ദിവസത്തെ മാർക്ക് ഒരു 95 എന്നൊരു മാർക്ക് കണ്ടു. 95 ഔട്ട് ഓഫ് 100 95. അത് ആദ്യമേ എനിക്ക് തോന്നി എന്താണിത്, വല്ല മിസ്റ്റേക്ക് ആണോ? അപ്പം ഞാൻ 2-3 വട്ടം നോക്കി, എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും ആ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. കാരണം എനിക്ക് ഔദ്യോഗികമായിട്ട് ഇത് പറയാനൊരു പേടി 95 എന്ന് കേട്ടപ്പോൾ. അത് ആദ്യമായിട്ടല്ല, ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, വളരെ റെയർ ആയിട്ടുണ്ടായിട്ട് 90 ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, സാർ എനിക്ക് 95 കിട്ടി, 95 എൻ്റെ മാർക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ ചോദിച്ചു എനിക്കറിയാതെ നിങ്ങൾ ആ പ്രിന്റ് അത് നോക്കിയാൽ ഇല്ല, എനിക്ക് അതിനകത്തുനിന്ന് ഞാൻ കണ്ടു. ഞാൻ 10 മിനിറ്റ് മുമ്പ് തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് നോക്കാൻ അത് പറ്റി. ഞാൻ 95 കിട്ടിയത്. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ 95 അവിടെ നിൽക്കട്ടെ, നിങ്ങൾ 95 എല്ലാവരും വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു 70-75 മാർക്ക് മേടിക്കാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ എക്സാം പാറ്റേൺ ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. 4 പേപ്പറാണ്, 100 × 4 400 മാർക്ക്, 100ന്റെ 100 ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത് 2 മണിക്കൂറിനിടയിൽ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അവർ ക്വസ്റ്റ്യൻ്റെ ആ പാറ്റേണും മാറ്റാറുണ്ട്. അത് അവരൊരു 1 ലൈനറായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ പണ്ട് CIBക്ക് ചില ക്വസ്റ്റ്യനൊക്കെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിരുന്നു. ഇപ്പൊ JIBയിലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നു. നെഗറ്റീവ് മാർക്കിംഗ് ഇതിനിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒഴിവാക്കി. ഈ ഒരു സീസണിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻ 2 മണിക്കൂർ. പക്ഷേ ചില ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ നിങ്ങൾ കീൻ ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ ചില ക്വസ്റ്റ്യനുകൾ ചിലപ്പം വ്യത്യസ്ത 2 മാർക്കിൻ്റെ ഒക്കെ ആയി വരാനും സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ എക്സാം പാറ്റേണിലേക്ക് പോകുന്നത്. ഈ ഒരു 3.5 months നിങ്ങളോടൊപ്പം വളരെ കാര്യമായിട്ട് ഞാനെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ ചില വീഡിയോസോ ഒക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഗ്രൂപ്പിലിട്ട് ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ചില മെസ്സേജുകൾ ആ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ നിന്ന് എനക്കും ഇല്ലെങ്കിൽ ഞാനും ഡീമോട്ടിവേറ്റഡ് ആയി പോകും.
അപ്പോൾ ചില സമയത്ത് പിന്നെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിപ്പോ, അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്സ്റ്റ് മെസ്സേജ് എൻകറേജ് ചെയ്യണോ? കാരണം എന്നെ എൻകറേജ് ചെയ്യാൻ പിന്നെ ആൾക്കാർ വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് ഈ 2024 നവംബറിലുമായിട്ട് നടക്കുന്ന എക്സാം ട്രാക്ക് ചെയ്യണം. ഇത് നമ്മുടെ ഒരു അഫർമേഷനാണ്, നമ്മുടെ ഒരു തീരുമാനമാണ്. യെസ്, അങ്ങനെ ഒരു ബാങ്കർ തീരുമാനിച്ചാൽ അത് പരാജയപ്പെടും ചിന്തിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അത്ര ആ 4 പേപ്പറാണ്, 1000 10,000 പാസ്സായി എക്സാം തീർച്ചയായിട്ടും നമ്മൾക്കും പാസ്സാവും. പക്ഷേ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, JIBയുടെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് കാണുന്നത് ഒരു 15% ഒക്കെയാണ്, 15 ഒക്കെയാണ് നാഷണൽ ആവറേജ്. അതിലും താഴെയും പോയിട്ടുണ്ട്. IBSന്റെ ആവറേജും ഒരു 30-40 നിൽക്കുന്നു. ഒരു സമയത്ത് 60 വരെ ഉണ്ടായിരുന്നത് 30-40 നിൽക്കുന്നു. അപ്പോൾ ഈ റിസൾട്ട് നല്ലതാണോ? തീർച്ചയായും മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏത് റിസൾട്ട് നല്ലതാണ്. പക്ഷെ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം നിങ്ങൾ ഇത്തവണ ഞങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഞങ്ങളെയും ഒരു എന്താ പറയുക, ഒരു അഭിമാനിക്കാൻ പറ്റുന്ന രീതി ഞങ്ങൾക്കും ആ ഒരു അവസരം നിങ്ങൾ തരണം. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഞാനും നമ്മുടെ എല്ലാ ഫാക്കൽറ്റിയും നിങ്ങളോടൊപ്പം ഗൈഡൻസും നിങ്ങൾക്ക് നോളജ് എൻറിച്ച്മെൻറ്റും നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമായിട്ടും ഞങ്ങളും ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ JIBക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഈ 2024 JIB പാസ്സാകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിനകത്ത് എപ്പോഴും വളരെ ആക്റ്റീവായിട്ടുള്ള ഹരി, ബിജു, സജേഷ് എന്ന IBSന്റെ കോർഡിനേറ്റേഴ്സ്, മറ്റ് സപ്പോർട്ടിംഗ് ടീം, അവരും നിങ്ങളോടൊപ്പം ഫാക്കൽറ്റിയോടൊപ്പം ഉണ്ടാവും. ഒപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോറായിട്ടുള്ള പലർക്കും 2-3 പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന്. അപ്പോൾ അവരും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഡ്യൂ കോഴ്സ് പല ബാങ്കിങ് സ്റ്റാൾവാർഡ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഈ ക്ലാസ് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു സംശയമൊക്കെ ഉണ്ടായപ്പോൾ ആ ബാങ്കേഴ്സിനോട് നിങ്ങൾക്ക് സംസാരിക്കാം. വലിയൊരു ഇതാണ് നമ്മൾ ഒരുക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം മോർണിംഗ് ബാച്ചിന് ജോയിൻ ചെയ്യുന്നവർക്ക് 5:45 to 7:15 ആണ് മോർണിംഗ് ബാച്ച്. ഈവനിങ് ബാച്ച് ജോയിൻ ചെയ്യുന്നവർ 8 to 9:30 ആണ് നമ്മുടെ ഒഫീഷ്യൽ ടൈം. മോർണിംഗ് ബാച്ച് ആണെങ്കിൽ ട്യൂസ്ഡേ ടു സാറ്റർഡേ ആണ് വരിക. മോർണിംഗ് ട്യൂസ്ഡേ, കാരണം മൺഡേ നിങ്ങൾ ട്രാവലിങ്ങിലായിരിക്കും. അപ്പോൾ മോർണിംഗ് ബാച്ചുകാർക്ക് മൺഡേ ഉണ്ടാവില്ല. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഈവനിങ് ബാച്ച് ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ആണ് നോർമൽ കോഴ്സിൽ ഉണ്ടാവുക. നമ്മുടെ ഫസ്റ്റ് സാറ്റർഡേ, തേർഡ് സാറ്റർഡേയിലൊക്കെ ഈവൻ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഈവൻ ഫ്രൈഡേ ഒക്കെ ക്ലാസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ആയിരിക്കും. ഇപ്പം ടൈം ഇത്തവണ വളരെ കുറവാണ്. ഇലക്ഷൻ കാരണം എക്സാം കഴിഞ്ഞത് ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ചില ഹോളിഡേയ്സിലും ക്ലാസ് ഉണ്ട്. അപ്പം പറഞ്ഞില്ല, അങ്ങനെ ഒന്നും പറയരുത്. അപ്പം നേരത്തെ ചില ക്ലാസ്സുകളൊക്കെ ഹോളിഡേയിലും വെക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും നമ്മൾ പറഞ്ഞതിൽ കൂടുതലായിരിക്കും അങ്ങോട്ട് തരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇത്രയും വേണ്ടതൊന്നും പറയരുത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറാവുക. അതിന് വേണ്ടിയിട്ടാണ് ഒരാഴ്ച നിങ്ങൾക്ക് സമയം തരുന്നത്. ഇതെല്ലാം നിങ്ങൾക്കൊന്ന് ഇത് ചെയ്യാൻ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങത്തുള്ളൂ. 29th നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, ഈവനിങ് ബാച്ച്. 30th നമ്മൾ മോർണിംഗ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യും. ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടിന്യൂസ് ഉണ്ടാവും. ഇത് നിങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോർഡിനേറ്റേഴ്സും ഉണ്ടാവും. അവരുടെ പേരുകളും നിങ്ങൾക്ക് പരിചയമാവും. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് വരുവാണെങ്കിൽ ഗ്രൂപ്പിൽ അതിൽ മെസ്സേജ് വേണ്ട, നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിനോട് മെസ്സേജ് ഇടുക. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു ഹെൽപ്പ് വേണ്ട കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പർ മുന്നോട്ട് അവൈലബിൾ ആയിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഡീഷണൽ സപ്പോർട്ട്, ഗ്രീവൻസ് നമ്മളിലേക്കും അയക്കാം. ഓക്കെ, എല്ലാവിധ സപ്പോർട്ടുമായിട്ട് IBS ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. Thank you, sir. 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 യെസ്, നമുക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ വളരെ കുറച്ച് പേരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തുള്ളൂ അല്ലേ? അതെ. എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും, കാരണം പല കാര്യങ്ങളും നമ്മൾ എക്സാം പാറ്റേണിലേക്ക് കടന്നില്ല, വേറെ പല പോയിന്റ്സും തീർച്ചയായിട്ടും നമ്മൾ ഇനിയുള്ള മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുമായിട്ട് കണ്ടിന്യൂസ് ഇന്ററാക്ട് ചെയ്തുണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 1 ഓഗസ്റ്റ് മുതൽ 21 ഓഗസ്റ്റ് വരെയാണ് എക്സാമിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നു. 1/8/2024 മുതൽ 7/8 നോർമൽ എക്സാമിനേഷൻ ഫീ. ഹരി, നോർമൽ ഫീസ് എന്ന് പറയുമ്പോൾ എത്ര? 4,000 പ്ലസ് 4,000 sir, 4,000 plus GST.
4000 പ്ലസ് GST ആണ് നോർമൽ എക്സാമിനേഷൻ ഫീ. അടുത്ത 8 ദിവസത്തേക്ക് 7 ദിവസത്തേക്ക് അവർ 100 രൂപ കൂട്ടുന്നുണ്ട്. അവരുടെ കൂടെ GSTയും കൂടും. പിന്നെ വീണ്ടും 200 രൂപ കൂടുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യണം. എന്തായാലും ഫസ്റ്റ് വീക്കിൽ തന്നെ അപ്ലൈ ചെയ്യണം. എന്തായാലും ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വീക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയം നമുക്ക് സെലക്ട് ചെയ്യാം. അത് മോർണിംഗ് ഇപ്പം രാവിലെ 8 മണിയുടെ ബാച്ച്, 11 മണിയുടെ ബാച്ച്, 2 മണിയുടെ ബാച്ച്. അതിൽ 11 മണിയുടെ ബാച്ചാണ് ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം 11 മണിയുടെ ബാച്ച് ആകുമ്പോൾ നിങ്ങൾ പലപ്പോഴും IIBF എക്സാം സെന്റർ പലപ്പോഴും കുറച്ച് ഉള്ളിലോട്ടൊക്കെ മാറിയിട്ടായിരിക്കും, യാത്ര ചെയ്ത് പോകേണ്ടതൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ എർലി പതിവില്ലാത്ത നേരത്തെ എഴുന്നേറ്റ് രാവിലെ 8 മണിക്ക് എത്താൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു ഉറക്കക്കുറവ്, നമ്മുടെ ഓർമ്മക്കുറവൊക്കെ സംഭവിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ IBSൽ എല്ലാവരും ഒരു 11 മണി എന്നുള്ള ടൈം എന്തായാലും പിക്ക് ചെയ്യണം. അല്ലെങ്കിൽ 2 മണിയാകാം, പക്ഷെ വയറിറച്ച് ഫുഡും കഴിച്ചുകൊണ്ട് എക്സാമിന് പോകരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 11 മണി എപ്പോഴും ഐഡിയൽ ടൈമാണ്. ആ 11 മണി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കാൻ മടിക്കേണ്ട. കാരണം നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഉണ്ടാവും. അപ്പോൾ അവർക്കും അത് യൂസ്ഫുൾ ആവും. നമുക്കൊരു 10 മിനിറ്റ് ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടി വെക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സാറേ, വാട്സാപ്പ് വഴി കിട്ടിയത് മോർണിംഗ് ബാച്ച് 5:45 to 7:15 ട്യൂസ്ഡേ ടു ഫ്രൈഡേ. അതെ, ട്യൂസ്ഡേ ടു ഫ്രൈഡേ അല്ല, അത് ചില ദിവസങ്ങളിൽ ഇപ്പം സാറ്റർഡേയും വരും. കാരണം ജനറലി ട്യൂസ്ഡേ ടു ഫ്രൈഡേ പറഞ്ഞതെങ്കിൽ പോലും എക്സാമ്പിൾ നിങ്ങൾക്ക് സൺഡേ ഇപ്പം സെക്കൻഡ് സാറ്റർഡേ, ഫോർത്ത് സാറ്റർഡേ പരമാവധി നമ്മൾ ആ സാറ്റർഡേ ഒഴിവാക്കും. പക്ഷെ നിങ്ങൾക്ക് അതെന്താ പർപ്പസ്? നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ് വ്യക്തി നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എക്സാമ്പിൾ ഒരു ഫസ്റ്റ് സാറ്റർഡേയും തേർഡ് സാറ്റർഡേയും വരുമ്പോൾ നമുക്ക് സൺഡേ മാത്രമല്ലേ ഉള്ളൂ ലീവ്. അപ്പോൾ സാറ്റർഡേ മോർണിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ സാറ്റർഡേ മോർണിംഗും ഉണ്ടാവും. ട്യൂസ്ഡേ ടു സാറ്റർഡേ മോർണിംഗ് എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് സാറ്റർഡേയും തേർഡ് സാറ്റർഡേയും കാണാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ ട്യൂസ്ഡേ ടു ഫ്രൈഡേ ആണ്. ഓക്കെ ഓക്കെ. സാറേ, ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞല്ലോ ഓഗസ്റ്റ് മാസം. അല്ല, ഞാൻ ഇതിനു മുമ്പ് ഈ ജൂണിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടയ്ക്കേണ്ടി വരുമോ? അപ്പൊ എനിക്ക് കിട്ടിയില്ല. ഇല്ലെങ്കിൽ അടയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1300 രൂപയും ടാക്സും അടയ്ക്കണം. അതായത് റിന്യൂവൽ ഫീസ് എത്രയാണ്? റിന്യൂവൽ അല്ലേ? അതും ഈ ടൈമിൽ തന്നെയാണോ? ആ ടൈം ഇത് തന്നെ, ടൈമിന് മാറ്റമൊന്നുമില്ല, ഇതേ ടൈമാണ്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യ ദിവസം തന്നെ അടയ്ക്കാൻ നോക്കണം. ഓക്കെ, 1300 ടാക്സും. യെസ്, അതെ. അതായത് റിന്യൂവൽ അത് അടുത്ത മൊത്തം 5 ചാൻസ് ആണെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? നമ്മളത് നമ്മുടെ പറയണ്ട ശരിക്കും. കാരണം നമ്മൾ 5 ചാൻസിനും 6 ചാൻസിനും വരെ നമ്മളിവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും IIBF ഓഫർ ചെയ്യുന്നത് 5 ചാൻസ് ആണ്. 5 അറ്റംപ്റ്റ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം 3 വർഷത്തിനിടയിൽ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ വരാൻ പോണ എക്സാം കുറച്ച് നേരത്തെ അല്ലേ? ഡിസംബറിലൊക്കെ ഉണ്ടാവുന്നല്ലേ പ്രതീക്ഷിച്ചത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇത് ഇപ്പൊ പുതിയ 4 പേപ്പർ വന്നതുകൊണ്ടാണ്. 3 പേപ്പർ വരുമ്പം അവർക്ക് 1 മാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ചില സമയങ്ങളിൽ ആ ഒക്ടോബർ നവംബറിൽ വരുന്ന ചില നോർത്തിലൊക്കെ വരുന്ന ഉത്സവങ്ങളും മറ്റെല്ലാം കണക്കിലെടുത്തുകൊണ്ടൊക്കെയാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ ഇങ്ങനൊരു ഡേറ്റ് ഇട്ടേക്കുന്നത്. കുറച്ച് നേരത്തെ എന്ന് വെച്ചാൽ പണ്ട് നവംബറിൽ മാത്രമായിരുന്നു, അന്ന് 3 പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 4 പേപ്പർ വരുമ്പം ഇനി മുന്നോട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഏതാണ്ട് ഈ ടൈം ആയിരിക്കും ഇനി ഉണ്ടാവുക. CIB വന്നിട്ടുണ്ട് നവംബറിലും ഡിസംബറിലും ആയിട്ടാണത്. സാറേ, മോക്ക് ടെസ്റ്റില് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതെ, അതായത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടായിരുന്നു. നമുക്ക് ആ ടഫ്നെസ് ഫീൽ ചെയ്തില്ല ഒന്ന്. രണ്ടാമത് കുറച്ച് റോങ് ആയിട്ടുള്ള ആൻസർ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പോ ഞാൻ റിപ്പീറ്റർ ആണ്. ഓൾറെഡി ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റെക്ടിഫൈ ചെയ്ത് കണ്ടിട്ടില്ല. അത് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇത്തവണ കുറെ കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് ചില എറേഴ്സ് ആയിട്ടുണ്ട്, ചില ചേഞ്ചസ് വരുമ്പോൾ ചില ക്ലറിക്കൽ മിസ്റ്റേക്സും അതൊന്ന് സൂപ്പർവൈസ് ചെയ്യാനുള്ള, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അത് എന്തോ പറ്റി. അതിനകത്ത് ഏതോ ഒരു പേപ്പറിനകത്ത് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. ചില കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്. അക്കൗണ്ടൻസി തന്നെയാണ് മെയിൻ ആയിട്ട് വന്നത്. അത് ഇപ്രാവശ്യം തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്യാം. ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ല. അത് മോക്ക് ടെസ്റ്റിനകത്ത്, കാരണം നമ്മൾ ഈ കഴിഞ്ഞ സിലബസ് ഒക്കെ മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ കോഴ്സ് മെറ്റീരിയലിന്റെ ചേഞ്ചസും പിന്നെ നമ്മുടെ PPTകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലാണ് നമ്മൾ ആ ഒരു ഫോക്കസ് കൂടുതലും വന്നത്. ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് അതിന്റെ പുതിയ മാറ്റത്തിലുള്ള ആ ഒരു ഇതിലേക്ക് കുറച്ചൊന്ന്
ഇത് വരാനുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഒരു ഇംപ്രൂവ്മെന്റിനുള്ള സ്കോപ്പുള്ള ഒരു ഏരിയ ആയിരുന്നു, അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യാം. സർ, അതുപോലെ ഈ മോക്ക് ടെസ്റ്റുള്ള ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വാട്സപ്പ് ചാറ്റ് ഗ്രൂപ്പിലും ഡിസ്കഷൻ ആയിട്ട് വരാറുള്ളത്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് അല്ല, അത് പൂർണ്ണമായിട്ട് അങ്ങനെയല്ല എന്ന് തോന്നുന്നു. ചില ക്വസ്റ്റ്യനുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യനുകൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ടാണുള്ള ഒരു ശ്രമം നടത്തുന്നത്. ആ ചില ക്വസ്റ്റ്യനുകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ പർപ്പസ്ഫുള്ളി ചില ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ ഇടുകയും അത് മൾട്ടിപ്പിൾ ടൈം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചില ക്വസ്റ്റ്യൻ ബോധപൂർവ്വം നമ്മൾ നോക്കിയിട്ടുണ്ട്. കാരണം പലപ്പോഴും പല എക്സാമിന് റീകളക്റ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അത്തരം ക്വസ്റ്റ്യന് ഒരു ഇമ്പോർട്ടൻസ് വന്നതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് ഇടും. പക്ഷെ പൂർണ്ണമായിട്ട് അങ്ങനെയല്ല. അത് അതൊരു പക്ഷേ റിസംബ്ലൻസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഒരു 10% അധികം ക്വസ്റ്റ്യനുകളിൽ അങ്ങനെ വരാനുള്ള. ഹരി, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ടുണ്ടോ? ഇല്ല സർ, ഇല്ല, അത് തന്നെയാണ്. നമ്മൾ റീകളക്റ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമ്മൾ അത് വാട്സപ്പിലും നമ്മൾ മോക്ക് ടെസ്റ്റിലും അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ഒരു മൾട്ടിപ്പിൾ ഒരു തവണയായിട്ട് മാത്രം ഇട്ട് പോകേണ്ട, കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പർപ്പസ് കൂടിയാണ് അത് അങ്ങനെ ചെയ്തത്. അതൊരു 10-15% ക്വസ്റ്റ്യൻ അങ്ങനെ വരുള്ളൂ, ആ ഒരു രീതി വരുള്ളൂ. കുറച്ചുകൂടി ഒരു ടഫ്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതായത് എക്സാം വളരെ ടഫാണ്, നമ്മളെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളുമാണ്. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുമെങ്കിലും എക്സാമിന് പലപ്പോഴും നമുക്ക് അത്ര ഒരു വല്ലാത്തൊരു ബാലികേറ മല പോലെ തോന്നും. അപ്പൊ കുറച്ചുകൂടി ടഫ്നെസ് ആക്കിയിട്ട് നമ്മൾ പല ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്ക് ലെവൽ എക്സാം എല്ലാം ആകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്. ആ ഒരു രീതിയിലുള്ള ഒരു കോച്ചിങ് ഒരു രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ അത് ഇപ്രാവശ്യം അത് കൂടുതൽ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ IBSന്റെ എക്സാമുകൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ വളരെ ലാഘവത്തോടെയും എക്സാമിന് പോകുമ്പോൾ വളരെ പിരിമുറുക്കത്തോടു കൂടി ഇരിക്കുന്ന ഒരു ചെറിയ സൈക്കോളജിക്കൽ ഫാക്ടറും അതിലുണ്ട്. അതാണ് അവിടെ ഏറ്റവും വലിയ വിഷയം. അതുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട്. എന്നാലും തീർച്ചയായിട്ടും അത്രയും കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വർക്ക്ഔട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ടഫ്നെസ് ലെവൽ കൂടിയ ഒരു 2 സെറ്റ് മോക്ക് ടെസ്റ്റ് എങ്കിലും സെപ്പറേറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ, കാരണം ആ ഒരു ഇതിൽ കൂടി കടന്നു പോകട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയും ചെയ്യാം. എന്താന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റുകൾ ആദ്യമേ എടുക്കുമ്പോൾ തന്നെ പലർക്കും പല രീതിയിലാണ്. ചിലർ മീഡിയം ലെവൽ പ്രിപ്പയർ ചെയ്ത് വരുന്നവർ മോക്ക് ടെസ്റ്റ് ടഫ്നെസ് കാണുമ്പോൾ തന്നെ അത് ഡ്രോപ്പ് ചെയ്യും, പിന്നെയും പേടിയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ചാലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്ത് ഞാൻ ഇന്ന് പറയാൻ സമയം കിട്ടിയില്ല. ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഡ്രോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എക്സാമിന് പോകണ്ടെന്ന് വെക്കും. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയം പ്രിപ്പറേഷൻ വേണ്ടത്ര ആയില്ല. ആ സമയത്ത് നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുമ്പോൾ തുടക്കത്തിലെ വലിയ ടഫായിട്ട് വരുമ്പോൾ തന്നെ ഒരു ഇതാണ്. അപ്പം നമുക്ക് ഇനി മുന്നോട്ട് വരുമ്പോൾ നോർമൽ മോക്ക് ടെസ്റ്റുകളിലേക്ക് കടന്നു വന്ന് പിന്നീട് നമ്മൾ ആ ഒരു റിയൽ ഒരു എക്സാമിന് വേണ്ടി വന്ന എക്സാമിനേക്കാൾ അല്പം മേളിൽ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഇത്തവണ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരും. നമ്മളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിന് വേണ്ടിയുള്ള എഫേർട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടത് ചെയ്യാം. അതെ, ഓക്കെ. അപ്പോ വാട്സപ്പിൽ കുറച്ച് ഇന്ററാക്ഷൻസും കുറച്ചുകൂടി അത് നിങ്ങളുടെ പ്ലീസ് നിങ്ങളും കൂടെ, ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്. കാരണം അൾട്ടിമേറ്റ്ലി ഇത് ബിഗ് ബെനിഫിഷ്യറീസ് നിങ്ങൾ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. ഞാൻ എപ്പോഴും വീണ്ടും ഈ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് വെച്ചല്ല പറയുന്നത്, ഇതിന്റെ ലാർജർ എന്താണ്, എയിം തന്നെ എന്താണ്, അത് തന്നെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ, നിങ്ങളിൽ പലരും, നിങ്ങൾ എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് അല്ലേ? നിങ്ങൾ ചിലപ്പോൾ പർട്ടിക്കുലർ സബ്ജക്ട് എക്സ്പേർട്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, മുൻകാലങ്ങളിൽ ബാങ്കിൽ ജോയിൻ ചെയ്ത ടീച്ചേഴ്സ് ആയിട്ടിരുന്നവരുണ്ട്, സ്കൂളിൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരുണ്ട്. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുക്കണം അതിനകത്ത്. കാരണം ഒരു ചാപ്റ്ററിന്റെ മോഡ്യൂൾ കഴിഞ്ഞു, അല്പം ക്ലാസ് എടുത്തു, അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളും അതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ, ചില നമ്മുടെ ഫാക്കൽറ്റി ഒക്കെ കഴിഞ്ഞ കൊല്ലം ശ്രദ്ധിച്ചാൽ അറിയാം, ചിലരൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ രാമസ്വാമി സാർ ധാരാളം MCQ, ബുള്ളറ്റ് പോയിന്റ് ക്വസ്റ്റ്യൻസ് ഇടുന്നു. ബുള്ളറ്റ് പോയിന്റ്സ് വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. അതേപോലെ കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായിട്ട് വ്യക്തമായിട്ട് രാമസ്വാമി സാറിനെ പോലെ കുറച്ചുകൂടി രീതിയിൽ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ധാരാളം ക്വസ്റ്റ്യനുകൾ പ്രിപ്പയർ ചെയ്തു, അതിന്റെ റോളിൽ സാറിനെ ഏൽപ്പിച്ചു, സാറിനെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ഇട്ടു. IBS സപ്ലിമെന്റ് ചെയ്ത ക്വസ്റ്റ്യനുകളാണത്. അപ്പൊ അത് അങ്ങനെ ചെയ്തു. അപ്പൊ അതൊരു പുതിയ ഒരു എഫേർട്ട് ആയിരുന്നു, ഇത്രയധികം ബുള്ളറ്റ് പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു എടുത്തു. ഇനി അത് കുറച്ചുകൂടെ എന്താ പറയുക, എഫിഷ്യന്റ് ആയിട്ട്, അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മൾ ഇത്തവണ അത് റോൾ ഔട്ട് ചെയ്യും. അതങ്ങനെ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്കും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, നമ്മുടെ ബുക്സ് ഒന്ന് കടന്നു, ഒരു 2 ചാപ്റ്റർ വായിച്ചു, ചില ബുള്ളറ്റ് പോയിന്റ്സ് 5 പോയിന്റ് ഒരാൾ ഇട്ടു, അത് കാണുമ്പോൾ അടുത്ത ആൾക്ക് 2-3 പോയിന്റ് അതിൽ ഇടണമെന്ന് തോന്നി. അപ്പൊ നമുക്കൊരു ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ ഒരു ലേണിംഗ് ഗ്രൂപ്പായിട്ട് തീർച്ചയായിട്ടും മാറ്റാം. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ വളരെ നല്ലതാണ്. വലിയ ആയസമില്ലാതെ നമുക്ക് എക്സാം പാസ്സാവാൻ പറ്റുമല്ലോ. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു പിരിമുറുക്കത്തോടുകൂടി പ്രിപ്പയർ ചെയ്യുന്നു. അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ, നമ്മൾ എത്രയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുക.
എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ ഇതിനും നമുക്കിപ്പം ഈ ഒരു ടൈം പീരീഡിൽ ഇതും മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുള്ള മിനിമം പോയിന്റുകൾ നിങ്ങളും ഷെയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റി നന്നായിട്ട് അത് ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാക്കൽറ്റി ക്വസ്റ്റ്യൻ ഇടും, ആരും മൈൻഡ് ചെയ്യില്ല. ഞാൻ പലപ്പോഴും പറയാറ്, നിങ്ങളിൽ 100 പേരുണ്ടെങ്കിൽ 2 3 പേരൊന്ന് എക്നോളജ് ചെയ്യാതെ, എല്ലാവരും വേണ്ട അവർ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചില വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കത് തോന്നുന്നു ഞാൻ ഇത് എന്തിനു വേണ്ടി ഇട്ടതാണ്, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ, ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവരും വന്ന് തംസപ്പ് കാണിക്കുക എന്നുള്ളതല്ല. 2 3 പേരാകുമ്പോൾ ഞങ്ങൾ കണ്ടു എന്നുള്ളത്, അത് നിങ്ങളുടെ ഭാഗത്തൊന്നും അത് തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ കുറച്ച് പേരെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. എല്ലാവരും എല്ലായ്പ്പോഴും അങ്ങനെ എടുക്കുന്നവരല്ലെന്ന് നിങ്ങൾക്ക് ഇതിനറിയാമല്ലോ. നിങ്ങൾ കുറച്ച് പേര് മുന്നോട്ട് വരണം. അതെ അതെ, അതാണ് ഇന്ററാക്ഷൻ ആണ് കൂടുതൽ ആവശ്യം. അതായത് ക്ലാസ്സിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് ഏറ്റവും എഫക്റ്റീവ്. തീർച്ചയായിട്ടും 100% കറക്റ്റാണ്. ഞാൻ 100% എൻഡോർസ് ചെയ്യും. ഞാൻ നമ്മളും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ ഫാക്കൽറ്റിയും അക്കാര്യത്തിൽ ഹൈലി കമ്മിറ്റഡ് ആണ്. പ്രൊവൈഡഡ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻവോൾവ്മെന്റ് വേണം. അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അഷ്വർ ചെയ്യും. അതെ അതെ, ഓക്കെ. യെസ്, ഇനി ആരെങ്കിലും? സമയം 10 മണിയായി. മോർണിംഗ് ബാച്ച് എപ്പോഴാണ് തുടങ്ങുന്നത്? ഏതാണ് മോർണിംഗ് ബാച്ച് എപ്പോഴാണ് തുടങ്ങുന്നത്? മോർണിംഗ് ഹരി 30th അല്ലേ? 30th ട്യൂസ്ഡേ. നല്ലതാണ് കേട്ടോ മോർണിംഗ് ബാച്ച്. രാവിലെ ട്യൂസ്ഡേ അല്ലേ? അതെ അതെ, നാളെ അല്ലല്ലോ. നാളെ മോർണിംഗ് ബാച്ചിലെ എപ്പാട് ചെയ്യും? അല്ല, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മോർണിംഗ് ഈവനിങ് ബാച്ചുകളുടെ നിങ്ങളുടെ ഒരു ഇത് ഗ്രൂപ്പിൽ അത് നമ്മൾ ചോദിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. മോർണിംഗ് ബാച്ച് വേണോ ഈവനിങ് ബാച്ച് വേണോ നമ്മൾ ചോദിക്കുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ടൈമിങ്സ് ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിക്കും. പിന്നെ മോർണിംഗ് ബാച്ചിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, മോർണിംഗ് 5:45 തൊട്ട് 7:15 വരെയാണ്. രാവിലത്തെ എണീക്കുന്ന ആ ഒരു സമയം മനസ്സിൽ മറ്റ് ടെൻഷൻ, ബാങ്കിൻ്റെ പിരിമുറുക്കം ഒന്നും നമ്മൾ ഉണ്ടാവില്ല. രാവിലെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരില്ല. രാവിലെ നമ്മളൊരു കോളോ മെസ്സേജോ വഴി ഒരു ഡിസ്റ്റർബൻസും നമുക്കുണ്ടാവില്ല. രാവിലത്തെ വെളുപ്പാങ്കാലം ഒരു സോഷ്യൽ ഫങ്ഷൻസ് ഉണ്ടാവില്ല. ഒരു ടയർഡായി എന്നുള്ള പ്രോബ്ലം വരില്ല. ബാങ്കിൻ്റെ വർക്ക് ലോഡുമായിട്ട് എക്സ്റ്റെൻഡ് ടൈമിലേക്ക് നമ്മൾ ചിലപ്പം ഇരിക്കേണ്ട സമയമല്ല. അപ്പം എല്ലാം കൊണ്ടും സപ്പോർട്ടീവായിട്ടുള്ള ടൈമാണ്. പക്ഷേ ഒരേ ഒരു കാര്യമുണ്ട്, ഇപ്പം 6:30 എണീക്കുന്നതെങ്കിൽ അന്ന് 5:30 എണീക്കണം. അപ്പം അങ്ങനെ എണീക്കുകയാണെങ്കിൽ, അതും കുറച്ച് ദിവസത്തേക്ക് എണീക്കുകയാണെങ്കിൽ രാവിലത്തെ ടൈം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അത് ഏറ്റവും നന്നായിരിക്കും. രാവിലെ നല്ലൊരു തുടക്കം, നോളജ് എൻറിച്ച്മെൻറ്റോടുകൂടി ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ അതിനേക്കാൾ മറ്റു നേട്ടം ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും നിങ്ങളുടെ ഫാക്കൽറ്റിയുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഒക്കെ നമ്മൾ ചെയ്ത് നിങ്ങളുടെ എല്ലാം ഒരു ശരിക്കും ആവശ്യമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസും ആ ഒരു സീരിയസ്നെസ്സും വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ തന്നെയായിരുന്നു ഇത്. ഇത്തരം ഒരു ഓറിയന്റേഷൻ വെച്ചതിൽ നിങ്ങൾക്ക് അതിന് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഗുണം നന്നായിരുന്നു എന്ന് അഭിപ്രായമുള്ളവർ ഇനി നിങ്ങൾ അതിൽ നിന്നും ക്വിറ്റ് ചെയ്യുമ്പോൾ, ലീവ് ചെയ്തതിന് മുമ്പ് നിങ്ങളുടെ ഇന്നത്തെ ആ ഒരു സെഷനെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ, അതൊരു വരിയായാലും ഒരു വേർഡായാലും വെച്ച് അത് നിങ്ങൾക്ക് ലീവ് ചെയ്യാം. മറ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. വൈകുന്നേരത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് പറയാനുള്ളത് 8 തൊട്ട് 9:30 വരെയാണ്. ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും വന്ന് ഇരിക്കണം. വൈകുന്നേരം ഇരിക്കുന്നവർ വയറിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് ഇതിന് മുമ്പിൽ ഇരുന്ന് 10 മിനിറ്റ് കൊണ്ട് ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരു ലിമിറ്റഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം, പ്ലാൻ ചെയ്തിട്ട് വേണം 8 മണി തൊട്ട് 9:30 വരെയുള്ള ക്ലാസ്സിൽ ഇരിക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാനിങ് എല്ലാത്തിലും വേണം. അതൊരു പ്ലാനിങ് മാത്രമല്ല, അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യണം. എത്ര മാസം? 2.5 മാസം പ്ലസ് എക്സാം 3.5 മാസം കണ്ടിന്യൂ ചെയ്താൽ ജയം ഉറപ്പാണ്, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, CIB 2025 ആദ്യ ഇതിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. അതോടുകൂടി നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഒരു തോട്ട് പ്രോസസ്സാണ്, ഒരു ടെൻഷനാണ്. അത് നമുക്ക് എന്നേക്കുമായിട്ട് നമുക്ക് ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ കാര്യങ്ങളിലേക്ക് അങ്ങ് തിരിയാം. മറ്റേ ഒരുപാട് ബാങ്കേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ CIB എത്ര കാലം ഒരു 5 വത്സര പദ്ധതിയായിട്ട് മാറ്റുന്ന ധാരാളം പേരുണ്ട്. നമ്മൾ അതിലേക്ക് വേണ്ടാന്ന് അങ്ങ് തീരുമാനിക്കും. ഇതൊരു ഈ വർഷത്തെ ഒരു നമ്മുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ എഫേർട്ട് എടുക്കാൻ എല്ലാവരും തയ്യാറായിരിക്കും. അൾട്ടിമേറ്റ്ലി നിങ്ങൾ CIBയും JIBയും പാസ്സാവും, CIBയും പാസ്സാവും,
നോളജിന്റെ കാര്യത്തിൽ വളരെ മുന്നിട്ട് വലിയൊരു മാറ്റവും നിങ്ങളിലേക്ക് ഉണ്ടാവും. യെസ്, താങ്ക് യു വെരി മച്ച്. നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. പലരുടെയും കമന്റ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഒരു ഇതാണെന്നാണ്. നമുക്ക് ഗംഭീരമാക്കണം. നമുക്കിതൊരു ഒരു അനുഭവമായിരിക്കണം. ഇതുകൊണ്ട് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ബെനിഫിറ്റഡ് ആയിരിക്കും. നിങ്ങൾ ഒരു എന്താ പറയുക, ഇത് വീണ്ടും ഇടയ്ക്ക് നിർത്തിവെച്ച ആ പഠനം വീണ്ടും ടേക്കപ്പ് ചെയ്ത് ഇതൊരു തുടർന്ന് ഇനി മുന്നോട്ടുള്ള പഠനങ്ങൾക്കെല്ലാം ഒരു തുടക്കമാവട്ടെ. ഇത് പാസ്സായി കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങളുടെ കുട്ടികൾ, അവർക്കെല്ലാം ഒരു മോട്ടിവേഷൻ ആവണം. കാരണം ഈ തിരക്കുകൾക്കിടയ്ക്കും പാരൻസ് അല്ലെങ്കിൽ അച്ഛൻ അമ്മ JIB പാസ്സാവുന്നു, CIB പാസ്സാവുന്നു, അല്ലെങ്കിൽ മൂത്ത സഹോദരൻ സഹോദരിക്ക് പാസ്സാവും എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പം നിങ്ങൾ ഇനിയും ഒന്ന് ഒരു കുറച്ച് കാലം ഗ്യാപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ഇത് കൈക്കലാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമുക്ക് ഒന്നിച്ച് നമുക്ക് ഈ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞുകൂടാ, അല്ല IIBF പോസ് ചെയ്തെങ്കിൽ ചാലഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് ഏറ്റെടുത്ത് നമുക്കതിനെ കോൺകർ ചെയ്യാം എന്തായാലും. ഓക്കെ, യെസ്, താങ്ക് യു വെരി മച്ച്.